പ്രൈസ് ലോർഡ്. ബഹുമാനപ്പെട്ട ഈ വിമൻസ് ഫെലോഷിപ്പിൻ്റെ നേതൃത്വ നിരയിലുള്ള പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, സെക്രട്ടറി, ട്രസ്റ്റി തുടങ്ങിയിട്ടുള്ള എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ ആരെല്ലാം വഹിക്കുന്നുവോ അതെല്ലാം വന്ദനം ചെയ്തുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. സിസ്റ്റർ പറഞ്ഞല്ലോ, എൻ്റെ ഉള്ളിൽ ഒരു ഉപദേശി മനസ്സാണുള്ളത്. ഉപദേശി എന്ന് പറഞ്ഞാൽ, ഞാൻ കഥാപ്രസംഗം പറഞ്ഞു നടക്കുന്ന ആളായിരുന്നു. എൻ്റെ അപ്പൻ്റെ കഥാവേദിയിൽ, രഞ്ജിനി എന്ന് പറയുന്ന കലാവേദിയിൽ കഥാപ്രസംഗം പറഞ്ഞു നടക്കുന്ന ആളായിരുന്നു. അത് കാരണം ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ എനിക്ക് ഈ കവലകൾ കാണുമ്പോഴൊക്കെ ഇങ്ങനെ യേശുവിനെക്കുറിച്ച് പറയണം എന്നൊരാഗ്രഹം മനസ്സിൽ സ്വാഭാവികമായിട്ട് ഉണ്ടായി. അങ്ങനെയാണല്ലോ, ഓരോരുത്തർക്കും ഓരോ പാഷനാണ്. ഇപ്പോൾ ചെരുപ്പ് കുത്തി റോഡ് സൈഡിലിരുന്നാൽ ഐശ്വര്യറായി പോയാലും മുഖത്തേക്കെല്ലാം നോക്കുന്നത്, കാലിൻ്റെ വള്ളി പൊട്ടിയിട്ടുണ്ടെന്നാണ് നോക്കുന്നത്. എന്നാലേ പുള്ളിക്ക് വല്ല പണിയും കിട്ടുള്ളൂ. ഇതുപോലെ കവല കാണുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കും, എങ്ങനെ യേശുവിനെ പ്രസംഗിക്കാം, എങ്ങനെ ഇവിടെ പ്രസൻറ്റ് ചെയ്യാം. ആ ചിന്തയിൽ നിന്നാണ് ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴാണെങ്കിലും ട്രാക്ട് മിനിസ്ട്രി ആദ്യം തുടങ്ങിയത്. കൊച്ചി പട്ടണത്തിലാണ് താമസിച്ചത്. സിസ്റ്റർ പറഞ്ഞുകൊണ്ട് വേഗം പറയുകയാണ്. അവിടെയുള്ള 10,000 കടകളിലാണ് ഞങ്ങൾ ആദ്യം കയറിയത്. വൈറ്റിലയിൽ 10,000 കട കയറി. ഇപ്പോൾ നല്ല റിസൾട്ട്, ഒത്തിരി പേര് അന്വേഷിക്കുന്നു. അങ്ങനെ 1,40,40,000 ട്രാക്ട് അടിച്ച് കേരളത്തിൻ്റെ 14 ജില്ലകളിൽ, ആലപ്പുഴ പട്ടണം അറിയുന്നതിന്, കൊച്ചി പട്ടണം അറിയുന്നതിന്, കാസർഗോഡ് പട്ടണം അറിയുന്നതിന്, ഇങ്ങനെ 14 ജില്ലകളിലായിട്ട് 1,40,40,000 കടകളിൽ ഞങ്ങൾ കയറി. ഞങ്ങൾ അന്നേരമൊക്കെ ആ സമയത്ത് ബിജി കൂടെയില്ല, ഞങ്ങൾ സഹോദരന്മാരാണ് ഈ കവലക്കൂടുന്നത്. പിന്നീട് അങ്ങനെ തോന്നിയപ്പോൾ എനിക്ക് തോന്നി, കൊള്ളാമല്ലോ, മുനിസിപ്പാലിറ്റി കൊടുത്താൽ കൊള്ളാൻ തോന്നി. അങ്ങനെ കേരളത്തിൻ്റെ 465 സിറ്റികളിൽ ഞങ്ങൾ നടന്ന് ട്രാക്ട് കൊടുത്തു. അതിൽ ബിജി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ഞങ്ങൾക്ക് തോന്നി, എന്നാൽ പിന്നെ ദക്ഷിണേന്ത്യ പിടിക്കാം. അങ്ങനെ കർണാടക, തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ പോവുകയും പ്രാർത്ഥിക്കുകയും, ഏത് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടെ ചെന്നിരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പിന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി. അപ്പോൾ ഒരുപാട് പൈസയൊക്കെ പ്രസംഗിച്ച് കിട്ടും. ഇതൊന്നും നമുക്ക് ജീവിക്കാൻ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഇങ്ങനെ കൂട്ടിവെച്ച് നോർത്ത് ഇന്ത്യയിലേക്ക് ഞങ്ങൾ വർഷത്തിൽ ഒക്ടോബർ മാസം പോകും. 2-3 സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ താമസിക്കും. അവിടെയുള്ള ശരിയായ സുവിശേഷ വേലക്കാരെ കണ്ടെത്തും. അവർക്ക് ആവശ്യമുള്ള സാമ്പത്തിക നന്മകളും സ്പിരിച്വൽ ഒരു പിന്തുണയും നൽകി ഞങ്ങൾ തിരിച്ചു പോരും. അങ്ങനെ ഒരാഗ്രഹം മനസ്സിലുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, പള്ളിക്കൂടത്തിൽ പഠിച്ചപ്പോൾ ഒരു പ്രതിജ്ഞ ചൊല്ലിയായിരുന്നു. അറിയാതെ ചൊല്ലിയതാണ്. ഭാരതത്തിലുള്ള എല്ലാവരും എൻ്റെ സഹോദരി, നിങ്ങളും അറിയാതെ ചൊല്ലിയതാണല്ലോ അല്ലേ? അതെ. ചാകതിന് മുമ്പ് അവരെങ്ങൊന്ന് കാണണ്ടായോ? സഹോദരന്മാരെ കാണണ്ടായോ? കൂടപ്പുറപ്പുകളെ കാണണ്ടായോ? മനസ്സിൽ ആഗ്രഹം സൂക്ഷിച്ചു. കർത്താവെ, മരിക്കുന്നതിന് മുൻപ് ഇന്ത്യയിലുള്ള എല്ലാ സ്ഥലത്തും ഞങ്ങൾക്കൊന്ന് പോയി യേശുവിനെ ഒന്ന് പ്രസംഗിക്കണം. ആ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ ഒക്ടോബർ ഞങ്ങൾ പോയത് ദമൻ അല്ലെങ്കിൽ ഡാമൻ എന്ന് പറയും, ദദ്ര നാഗർ ഹാവേലി. അങ്കമാലിയിൽ ഉയർന്ന ഉദ്യോഗസ്ഥയോടെ ഞാൻ പറഞ്ഞു, ഞങ്ങളവിടെ പോയിട്ട് വരും. അപ്പോൾ അവർ ചോദിക്കുക, അങ്ങനെ ഒരു സ്ഥലം അവിടെ ഏത് രാജ്യത്താണ്? ഞാൻ പറഞ്ഞു, ഇന്ത്യയിലാണ്. അങ്ങനെ അവിടെയൊക്കെ പോയി. ഞങ്ങൾ ഇനി കുടുംബമായിട്ടും ഞങ്ങളുടെ ടീം 10 പേരും പോകാനുള്ളത് ലക്ഷദ്വീപ്, പുതുച്ചേരി, ഈ 2 സ്ഥലത്തേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ അങ്ങോട്ടേക്കുള്ള വിസ റെഡിയാക്കാവൂന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വലിയ ആഗ്രഹമാണ്. ദൈവം അത് സാധിപ്പിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ബിജിയും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇന്ത്യയിലൊക്കെ കറങ്ങിയിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും പോയി. എന്നാൽ ഇവിടെ ആദ്യമായിട്ടാണ്, ഇന്ത്യക്ക് വെളിയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നു. അങ്ങനെ ബിജി ഇവിടെ ഇരിക്കുന്നു. അപൂർവമായ ഒരു സംഭവമാണ്. പുള്ളിക്കാരത്തി വിമൻസ് ഫെലോഷിപ്പിൻ്റെ പ്രസിഡൻറ്റും ട്രസ്റ്റിയും ഒക്കെയാണ് ഞങ്ങളുടെ ചാലക്കുടി സെക്ഷൻ്റെ. എന്നാലും ചിലപ്പോഴൊന്നും ഞങ്ങളങ്ങനെ ഒരുമിച്ച് വേദിയിലൊന്നും പങ്കിടാറില്ല. എപ്പോഴോ ഒരിക്കൽ ഞാനിതുപോലെ ഏതോ ഒരു മീറ്റിങ്ങിന് ചെന്നപ്പം പുള്ളിക്കാരത്തി അധ്യക്ഷൻ, ഞാൻ പ്രസംഗം. അപ്പം ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ ചോദിച്ചു, നീയാണോ അങ്കമാലിയിലെ പ്രധാനമന്ത്രി എന്ന് ചോദിച്ചു. എന്തായാലും അങ്ങനെയൊക്കെ ഒരു അപൂർവ അവസരം ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളൊക്കെ ദൈവം അങ്ങനെ അനുഗ്രഹിക്കുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സുവിശേഷ വേലയോടുള്ളൊരു പാഷൻ എന്ന് പറയുന്നത്. ഇപ്പോഴും അങ്ങനെയാണ്. ഞങ്ങളെപ്പോഴും പറയും, കർത്താവെ, സുവിശേഷം നിമിത്തം കിട്ടിയതെല്ലാം സുവിശേഷത്തിന് വേണ്ടി തിരികെ കൊടുത്തുകൊണ്ട് ഞങ്ങൾക്ക് അക്കരെ നാട്ടിൽ പോകണമെന്നാണ് ആഗ്രഹം. അങ്ങനെ ഒരു ചിന്തയിലും ലക്ഷ്യത്തിലുമാണ്. അതുകൊണ്ട് സമ്പാദിക്കാറില്ല. അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വന്നിട്ടില്ല.
പണത്തോടൊരു താല്പര്യം വന്നിട്ടില്ല. അതിനുവേണ്ടി അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നു. നമുക്ക് എൻ്റെ കാര്യങ്ങൾ പറയാൻ കുറച്ചൊക്കെ താല്പര്യം ഉണ്ടാകുമെങ്കിലും കർത്താവ് ആഗ്രഹിക്കുന്നൊക്കെ അതിനേക്കാൾ കൂടുതൽ വചനം പറയുക എന്നുള്ളതാണ്. നമുക്ക് വചനത്തിലേക്ക് തിരിയാം. ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്ന കുറച്ച് വാക്കുകളുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന കുറച്ച് വാക്കുകൾ. ഒന്ന്, പ്രാർത്ഥിച്ചാൽ ഉത്തരം തരുന്ന ദൈവം. തിരിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എത്ര പ്രാർത്ഥിച്ചാലും ഉത്തരം തരാത്ത ദൈവത്തെ പരിചയമുണ്ടോ? പരിചയപ്പെടണം. നമ്മൾ ഭയങ്കര ആവേശത്തിലാണ് കാര്യങ്ങളൊക്കെ നീക്കുന്നത്. നമ്മളെല്ലാം ഒരു വശം മാത്രമേ ചിന്തിക്കത്തുള്ളൂ. എല്ലാവരും അല്ല, കുറച്ച് പേര്. നമ്മൾ പറയും, നമ്മളെ കണ്ണുനീരിനെ മറികടക്കാത്ത, കേട്ടിട്ടില്ലേ? കണ്ണുനീര് കണ്ടാൽ തിരിഞ്ഞു നോക്കാത്ത ദൈവത്തെ പരിചയമുണ്ടോ? കരയിപ്പിക്കുന്ന ദൈവത്തെ പരിചയമുണ്ടോ? പരിചയപ്പെടണം. നമ്മൾ പറയും ഉത്തരം തരും ദൈവം. നമുക്കൊരാവേശം അന്നേരം. ഉത്തരം മുട്ടിക്കുന്ന ദൈവത്തെ അറിയാമോ? അറിയണം. ഇതുപോലൊരു വാക്ക് നമ്മൾ പറയാറുണ്ട്. വാക്ക് പറഞ്ഞാൽ ആര് പറഞ്ഞു മാറിയില്ല. വാക്ക് പറഞ്ഞാൽ മാറും. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഇതുപോലെ എല്ലാം പറയണം, എന്നാലും ഒരെണ്ണം കൂടെ പറയേണ്ടതുണ്ട്. വാക്ക് പറഞ്ഞാൽ മാറുമെന്ന് പറഞ്ഞാൽ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ മാറേണ്ട സാഹചര്യം വന്നാൽ എന്തോ ചെയ്യും, അതാണ്. അപ്പോൾ നമുക്കങ്ങനെ ഒത്തിരി പരിമിതികളുണ്ട് പല കാര്യങ്ങൾക്കും. എല്ലാ വശവും കൂടെ ചിന്തിച്ചാലേ ഒക്കത്തുള്ളൂ. അപ്പോൾ സഹോദരിമാരാണല്ലോ, ഞാൻ ചിന്തിക്കുന്നത് ഒരു വാക്യം വേണ്ടായോ? ഒരു വാക്യം വേണം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നമുക്ക് 1-2 വാചകങ്ങളിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, വചനം വിഭാഗിച്ചു തന്നാലും യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഒരു ധ്യാനാത്മകമാണ്, പഠനാത്മകമാണ്. ശാന്തമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ഞാൻ ഈ വെളിപ്പാട് പുസ്തകമായിട്ട് ബന്ധപ്പെടുത്തി ഒന്നും പറയുന്നില്ല കേട്ടോ. അത് ഫിലദൽഫിയ സഭയ്ക്കുള്ള ദൂതാണ്. നമുക്കറിയാൻ പോകുന്ന വഴി, അതിൻ്റെ മുന്തിരത്തോട്ടം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഭൂമിശാസ്ത്രപരമായിട്ടൊക്കെ ഉണ്ട്. ഞാൻ അതിനെ സംബന്ധിച്ചല്ല പറയുന്നു, മറിച്ച് അത് നമ്മുടെ ജീവിതമായിട്ടൊന്ന് ബന്ധപ്പെടുത്തിയിട്ടൊരു ദൂത് പറയുകയാണ്. നിന്റെ കിരീടം വേറെ ആരും എന്ത് ചെയ്യരുത്, കൊണ്ടുപോകരുത്. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കരുത്. അതാണ് നമ്മുടെ തീം, നമ്മുടെ സബ്ജക്റ്റ്. നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന അതാണ്. നിങ്ങൾക്ക് ദൈവം വെച്ചിരിക്കുന്ന ഒരു പൊസിഷൻ, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു കാര്യം എന്ത് ചെയ്യരുത്, വേറെ ആരും കൊണ്ടുപോകരുത്. സ്ത്രീകൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് പ്രത്യേകതകൾ. അതൊന്നും പറയാൻ നമുക്ക്, നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ തന്നെ ഒത്തിരി പ്രത്യേകതയുള്ളവരാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ധാരാളം പ്രത്യേകതകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് പറഞ്ഞു തരുമ്പം പിന്നെ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും. എന്തായിരുന്നാലും നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗം സഹോദരിമാരാണ്. ഒരു തർക്കവും അതിനകത്ത് വേണ്ട. ഒരുപാട് പണം, ഭാരത സുവിശേഷീകരണത്തിൽ പണം കൊടുക്കുന്ന കാര്യത്തിൽ നമ്പർ 1 സഹോദരന്മാരല്ല, പിന്നെ ആരാണ്? സഹോദരിമാരാണ്. ലോകത്തിൽ മിഷണറിമാരെ വാർത്തെടുത്തിട്ടുള്ളത്, ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ കരം വെച്ച് പ്രാർത്ഥിച്ച് സുവിശേഷ വേലയ്ക്ക് വേണ്ടി മക്കളെ വേർതിരിച്ചിട്ടുള്ളത് ആരാണ്? സഹോദരിമാരാണ്. ഒരുപാട് സുവിശേഷം അറിയിക്കുന്നതും ആരാണ്? എൻ്റെ സഹോദരിയൊക്കെ അങ്ങനെ ആഴ്ചയിൽ 3 ദിവസം വിസിറ്റിങ്ങിന് പോകും. മിനിമം ഒരു 30-40 വീട് കയറിയാൽ നോക്കൂ, 3 ദിവസം കൊണ്ട് എത്ര വീട് കയറും? 150 വീട് പിടിക്കും. മാസത്തിൽ എത്രയായി? 600. കൊല്ലം എത്രയായി? 7200. ഇത് നടക്കുന്ന കാര്യമായി പറയുന്നു, നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമായി പറയുന്നത്. അങ്കമാലിയിലുള്ള ന്യൂൻ്റെ ചർച്ചിലെ ഒരു സഹോദരി, അങ്ങനെ 2-3 സഹോദരിമാരെ അതിനുള്ളൂ. അപ്പോൾ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഒരുപാട് സുവിശേഷ വേല ചെയ്യുന്നവരവരാണ്. സഭയിലേക്ക് നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ, നേരത്തെ വരുന്നതും പായിടുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ അവരാണ്. നന്നായി ആരാധിക്കുന്നതും ആരാ? സഹോദരിമാരാ. ഇതൊക്കെ പറഞ്ഞപ്പോൾ ഒരാൾ പറയുക, ഭൂതം പോലും കയറുന്ന അവർക്കാണ്.
ഞാൻ നോക്കിയപ്പോൾ, ഞാൻ ചിലയിടത്തൊക്കെ നോക്കിയപ്പോൾ ഈ സഹോദരന്മാർക്ക് അധികം കയറുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക്, ഇപ്പോൾ ഒരാൾ പറഞ്ഞു അവർക്ക് ഓൾറെഡി ഉണ്ടല്ലോ, പിന്നെ തന്നെ കയറുന്നതെന്ന്. അപ്പം എന്തേലും ആട്ടെ, ഒരു കളർഫുൾ എന്ന് പറയുന്നത് നമ്മളാണ്. സഭയിൽ നമ്മളില്ലെങ്കിൽ പിന്നെ സഭയില്ല, അതൊരു സത്യമാണ്. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വരുന്ന ആരാ? സഹോദരിമാരാണ്. അവരേതെങ്കിലും കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? നോട്ടീസിൽ പേരുണ്ടോ? ഒരു സ്ഥലത്തും അവരില്ല, അവരൊരു സ്ഥലത്തുമില്ല. പക്ഷേ ഞാൻ പറയും, കരുത്തുറ്റ കമ്മിറ്റി ഈ സഭയ്ക്ക് ആവശ്യമാണ്. എന്തിന്? നല്ല കാർപ്പറ്റ് മേടിച്ചിടാൻ, ശവക്കോട്ടയ്ക്ക് മതിൽ കെട്ടാൻ, മുറ്റമൊക്കെ ടൈലിടാൻ, വരവുക ചെലവുക ഇല്ലകായോ അല്ലെങ്കിൽ ബാലൻസ് കായൊക്കെ പറയാനൊക്കെ അവരാവശ്യമാണ്. പക്ഷേ സഭയുടെ മൂലക്കല്ലിളക്കുന്ന ഈശാനമൂലൻ കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ കരുത്തുറ്റ കമ്മിറ്റിയുടെ ബാലൻസ് പണം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനെ മുട്ടുമുടക്കുന്നവരെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അക്കാര്യത്തിൽ നിങ്ങൾ കർത്താവിൻ്റെ സഭയോട് ചെയ്യുന്ന സേവനങ്ങളെ ഒരാളും കണ്ടില്ലെന്നടിച്ചാലും ദൈവം കാണാതിരിക്കില്ല. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എൻ്റെയൊക്കെ അനുഭവത്തിൽ സഭയുടെ സ്ഥാവരമായ നിലനിൽപ്പിന് ആധാരം പോലും പാവം പിടിച്ച കുറച്ച് സഹോദരിമാരാണ്. അതുകൊണ്ട് ഞാൻ എന്ന് ചിന്തിക്കുന്നു, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ആ ഗിഫ്റ്റ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രമിക്കുക. ചോദ്യം ഇതാണ്, നമ്മളൊരു കപ്പിൾസിനെ പരിചയപ്പെടുകയാണ്. വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാമും സാറായും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഒന്നും അതിനകത്തൊന്നും ചിന്തയില്ലെന്ന് വിചാരിക്കും. എന്നെ ചിന്തിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അബ്രഹാമിൻ്റെ ആ കാലഘട്ടത്തിന് പറയുന്ന പേരറിയാമല്ലോ, വാഗ്ദത്ത യുഗം എന്നാ പറയും. വാഗ്ദത്തങ്ങൾ ദൈവം പുറകെ നടന്ന് എന്ത് അനുഗ്രഹമാണ്. ഈ അബ്രഹാം ഒരു വലിയ പ്രാർത്ഥനാ മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ കാര്യമാണ് കാഴ്ചപ്പാട്. കാരണം അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് ഞാൻ കണ്ടിട്ടില്ല. അതിനേക്കാളൊക്കെ പ്രാർത്ഥനാ വീരന്മാരുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം പറയാം. പ്രാർത്ഥിച്ചാൽ ദൈവം തരില്ലേ? തരും. പക്ഷേ ദൈവത്തിന് പ്രസാദകരമായി ജീവിച്ചാലും ദൈവം തരും. അതിനൊന്നുകൂടെ ആഞ്ഞു പിടിക്കും, നല്ലതാ എന്ന് പറഞ്ഞാൽ ചോദിക്കൊന്നും വേണ്ട. അതുകൊണ്ടാണ് അബ്രഹാമിനെ ദൈവം അങ്ങ് പോയി. അബ്രഹാം ഇറങ്ങിപ്പോകും. നമ്മൾ എവിടേക്കെന്ന് അറിയിക്കുന്നത് 1100 മൈലായി പോകുന്നേ. അവൻ്റെ പോക്ക് കണ്ടപ്പോൾ ഞാൻ പറയും, റോബോട്ട് ആ സ്റ്റൈലാണ് അബ്രഹാം. കിഴക്കോട്ട് നോക്കാൻ പറഞ്ഞു, കിഴക്കോട്ട് നോക്കി. അടുത്ത പദം പടിഞ്ഞാറോട്ടും നോക്കുക. എന്താ അങ്ങനെ പറയാൻ കാര്യം? കിഴക്കോട്ട് നോക്കാൻ പറഞ്ഞാൽ പുള്ളി കിഴക്കോട്ടേ നോക്കുകയുള്ളൂ. പടിഞ്ഞാറോട്ട് നോക്കണമെങ്കിൽ പറയണം. നമ്മളങ്ങനെയാണോ? നമ്മൾ 4 പാട് നോക്കിയിട്ട് ഗതിയില്ലാകുമ്പോഴാണ് മേളിലോട്ട് നോക്കുന്നത്. രണ്ട് തമ്മിലുള്ള വ്യത്യാസം അതാ. റോബോട്ട് ആകാശത്തിലേക്ക് നോക്കി കളരി ഓർമ്മാണ്ടിട്ട് തിരുമിയാലും കടൽക്കരയിലേക്ക് നോക്കണമെങ്കിൽ പറയണം. അങ്ങനെ സ്വിച്ചിട്ടതുപോലൊരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ പിറകേ ദൈവം പറഞ്ഞ, അബ്രഹാമേ ഒന്ന് നിൽക്കുക, ഞാൻ നിൻ്റെ മഹത്തായ പ്രതിഫലം, ഞാൻ നിനക്ക് പിള്ളേരെ തരാം. അങ്ങനെയൊക്കെ അങ്ങ് പറയുമായിരുന്നു. അപ്പോൾ അബ്രഹാമിന് കൊടുത്തൊരു വാഗ്ദത്തം ചിന്തിക്കുകയാണ് നമ്മൾ. എന്താണ്? ഞാൻ നിനക്ക് ഒരു മകനെ തരും. ബോർഡുണ്ടായിരുന്നെങ്കിൽ എഴുതിയേനെ, വേണ്ട, കുത്തും കോമയും തുടരുകയാണ്. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും. ഓക്കെ ആണോ നിങ്ങൾ? അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം എന്താണ്? പറഞ്ഞേ. ഞാൻ നിനക്ക് ഒരു മകനെ തരും. അടുത്തത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും. ഇത് സാറായോട് പറഞ്ഞിട്ടുണ്ടോ? സ്വർഗത്തിൽ അരമണിക്കൂർ മൗനതയുണ്ട്. പൊതുസദസ്സിൽ ചോദ്യം ചോദിക്കാൻ പാടില്ലെന്നാണ്. അന്ന് ഉത്തരം നമുക്കറിയായിരിക്കുമല്ലോ, വെറുതെ തന്നെ ആളുകൾ ബുദ്ധിമുട്ടി. എന്നാലും പൊതുവികാരം നിങ്ങൾ മിണ്ടായിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി, അങ്ങനെ സാറായോടൊന്നും പറഞ്ഞിട്ടില്ല ഇല്ലേ? എൻ്റെ പ്രസംഗം വിജയിച്ചു. പറഞ്ഞിട്ടുണ്ട്. എടുക്കുക. ഉൽപ്പത്തി 17:16 വായിക്ക്. ഉൽപ്പത്തി 17:16 വായിക്ക്. ഈ അവളെന്ന് പറയുന്ന ആരെയാ? സാറായെ. തൊട്ട് മുകളിൽ വേണമെങ്കിൽ 15 വായിച്ചു. കുറച്ച് സഹോദരിമാർ പിന്നെയും വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇനി വരുന്നവർ കസേര പുറകിലിടാൻ സ്ഥലമില്ല. പ്ലീസ്, ഈ മുൻനിരയിൽ 2-3 സ്ഥലത്ത് കസേരയുണ്ട്, ഒഴിവുണ്ട്. നിങ്ങളൊന്ന് കയറിയിരുന്നാൽ നല്ലതാണ്. അതുകൊണ്ട് ഇനി വരുന്നവർ സംഘാടകർ പുറകിലുണ്ടെങ്കിൽ അവരെ ഇങ്ങോട്ട് കയറ്റിയിരുത്തണം.
എന്നാ പറഞ്ഞാലും നമ്മൾ എങ്ങോട്ട് കയറി ഇരിക്കുകയില്ല, ഇരിക്കത്തില്ല. നമ്മളിനി എത്ര യോഗം നടത്തിയാലും നമുക്ക് ആ കാര്യത്തിലൊരു മുന്നേറ്റം ഇല്ല. ഡിസംബർ 31 ഒരു കാലെടുത്ത് വെക്കുന്നല്ലാതെ ഈ യോഗത്തിനൊന്നും രണ്ട് കാലെടുത്ത് വെക്കാൻ ഇതുവരെ ആരും പഠിച്ചിട്ടില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്കൊരു എതിർ മനോഭാവം ഉണ്ട്. നമുക്കതറിയാമോ? മനോഭാവം. തിന്നരുത്. എന്തോ തിന്നരുത്? അപ്പം തിന്നു. പഴം തിന്നരുത്, അപ്പം തിന്നു. അപ്പോൾ തിന്നാതിരിക്കണമെങ്കിൽ എന്ത് പറയണമായിരുന്നു? രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഓരോന്ന്. അങ്ങനെ പറഞ്ഞ് ഇപ്പോഴും തിന്നാതെ നമ്മുടെ യോഗത്തിൻ്റെ ആർച്ച് ബിഷപ്പായിട്ട് ആദാം അപ്പച്ചൻ വന്നേനെ. അപ്പോൾ നമ്മൾ പറയും മുന്നോട്ട് കയറിയിരിക്കണം. അപ്പോൾ നമ്മൾ പറയും ഇരുന്നില്ലെങ്കിൽ എന്നാ ചെയ്യും? അതെ, അപ്പം നമ്മൾ അങ്ങനെ മുന്നോട്ട് കയറിയിരിക്കണമെങ്കിൽ എന്തോ പറയണം? ദൈവത്തെ ഓർത്ത് ആരും മുന്നിൽ ഇരിക്കരുത്. അങ്ങനെ പറഞ്ഞു നോക്കിക്കേ. ഒരെണ്ണം പറയുക എന്നാൽ ഇരുന്നിട്ടേ ഉള്ളതെന്നും പറഞ്ഞ്, അതാ നമ്മുടെ ഒരു സ്റ്റൈൽ അതാ. അപ്പോൾ ഇപ്പം അത്യാവശ്യം കഷ്ടം. അപ്പോൾ സാറായോട് ഇനി വായിക്കുക, 15 വായിക്കുക. ക്ലിയറായല്ലോ? അപ്പോൾ ഇനി മേലാ ചിന്തിക്കരുത്. ഞാൻ അവൾക്കൊരു മകനെ തരും. തീർന്നിട്ടില്ല. ഞാൻ അവളെ വീണ്ടും എന്നുള്ള പദം അവിടെ ഇല്ല. അനുഗ്രഹിച്ച് ബഹുജാതികൾ ആരിൽ നിന്ന് ഉത്ഭവിക്കും? സാറായിൽ നിന്ന്. അവർ രണ്ടുപേരോടും വാഗ്ദത്തം പറഞ്ഞില്ലയോ? ആണ്ട് തപ്പിക്കൊണ്ടിരിക്കുക. ഇതിവിടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ പുസ്തകം നിങ്ങൾക്ക് തന്നെ തന്നു വിടും. അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കിയിരിക്കുക. അതവിടെ ഉണ്ടായിരുന്നു. അപ്പം രണ്ടുപേരോടും ഒരേ വാഗ്ദത്തം. എന്താണ്? ഞാൻ നിനക്കൊരു മകനെ തരും. സാമ്പിൾ. അതാരാണ്? അബ്രഹാമിന് കിട്ടിയ ആദ്യത്തെ സന്തതി അതാണ്. വാഗ്ദത്ത സന്തതി. അതേപോലെ ഞാൻ നിനക്ക് ഒരുപാട് പിള്ളേരെ തരും. നമ്മുടെ നാടൻ ഭാഷ പറയാണ് കേട്ടോ, അതൊക്കെ നമുക്കറിയാം. സാറായോട് ഞാൻ നിനക്കൊരു മകനെ തരും. ഏതാണ് ആ കൊച്ച്? ഇസ്ഹാക്കിന് വ്യത്യാസമൊന്നുമില്ല. ഇനി ഞാൻ നിനക്ക് ഒരുപാട് പിള്ളേരെ തരും. രണ്ടാമത്തെ കൊച്ചിൻ്റെ ഒരു പേര് പറഞ്ഞ്. രണ്ടാമത്തെ സാറായുടെ രണ്ടാമത്തെ കൊച്ചിൻ്റെ പേര് പറഞ്ഞ്. അങ്ങനെ പേരില്ല. എന്തുകൊണ്ട്? അല്ല, സാറായോട് പറഞ്ഞല്ലോ ഞാൻ നിനക്ക് ഒരു കൊച്ചിനെ തരും, അത് ഇസ്ഹാക്ക്. അത് കഴിഞ്ഞ് ഞാൻ നിന്നെ പിന്നെയും അനുഗ്രഹിച്ച ബഹുജാതികൾ നിന്നിൽ നിന്ന്. കണ്ടോ? അപ്പോൾ നമ്മൾ പറയുമായിരിക്കും പാസ്റ്റർ അത് ഗലാത്യ ലേഖനത്തിലുണ്ട്, മീതയിൽ യെരൂശലേമോ നമ്മുടെ അമ്മ. വിശ്വാസത്തിൽ ജാതികളൊക്കെ നമ്മുടെ മാതാവ് ആരാണ്? സാറായാണ്. എന്നാൽ പിന്നെ അങ്ങനെ അബ്രഹാമിനോടും കൊടുത്താൽ പോരായിരുന്നു? രണ്ടുപേരോട് ഒരേ വാചകം പറയുകയും ഒരാൾക്ക് ദൈവം അക്ഷരികമായും ആത്മീകമായും പിള്ളേരെ കൊടുത്തു. സാറ രണ്ടാമത് പ്രസവിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ഇവിടെയാണ് നമ്മൾ അല്പം പഠിക്കേണ്ടത്. നമ്മൾ സാറായെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ സാറായ്ക്ക് വിശ്വാസമുണ്ടെന്ന് തോന്നും. പക്ഷേ കൂലങ്കഷമായിട്ട് പഠിച്ചാൽ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയാൽ ഇച്ചിരി പ്രശ്നമുണ്ട്. നമ്മുടെ ഒറ്റ നോട്ടത്തിൽ വിശ്വാസമുണ്ടെന്നൊക്കെ തോന്നും, ഇല്ലേ? എബ്രായ ലേഖനത്തിലുണ്ട്, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ എന്നുണ്ടെങ്കിൽ പുത്രോൽപാദനത്തിലുള്ള ശക്തി പ്രാപിച്ചു എന്നാ. അപ്പം രണ്ടാമതെന്താ പിന്നെ കൊച്ചിനെ പ്രസവിക്കാത്ത? ആദ്യത്തെ കൊച്ചിനെ പ്രസവിച്ച ശേഷം 10-35 കൊല്ലം ജീവിച്ചിരുന്നേ. 37 കൊല്ലം ജീവിച്ചെന്നേ. പണ്ടത്തെ കാലം അനുസരിച്ച് ഒരു കൊല്ലം ഒരു കൊച്ചിനെ പ്രസവിക്കത്തില്ലയോ? ഇല്ലയോ? ആണ്ട് യാക്കോബ് അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പം പിള്ളേരെത്രയാ? 14 കൊല്ലം കഴിഞ്ഞു വന്നപ്പം. അപ്പം ആണ്ടുതോറും ഫലം കായ്ച്ചില്ലയോ? അങ്ങനെ പണ്ടൊക്കെ അങ്ങനെ ഇഷ്ടം പോലെ പിള്ളേരാ. ഒന്നേ പ്രസവിച്ച് ഇട്ട് കൊടുത്തേച്ചാൽ മതി, മറ്റുള്ളവർ നോക്കിക്കൊള്ളും, വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പം ആകെ ഓർമ്മയുള്ളത് കൊണ്ട് അത് നമ്മളെ നോക്കുന്നേ. അത് പറയുന്നതുകൊണ്ട് നമ്മൾ ജീവിച്ചോളാം, അല്ലെങ്കിൽ സംഗതി ആകെ ഇവിടെ കുഴപ്പമാണ്. അപ്പോൾ 37 കൊല്ലം ജീവിച്ചപ്പോൾ മിനിമം 37 കുട്ടികളെ പ്രസവിക്കാം. പ്രസവത്തിന് കുഴപ്പമൊന്നുമില്ല. ഗർഭപാത്രമൊക്കെ ദൈവം തുറന്നു. എന്തുകൊണ്ട്? അതാണ് നമ്മൾ ചിന്തിക്കുന്നത്.
എൻ്റെ കൂടെ നിങ്ങൾ പോരണം. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ യോഗം കഴിയുമ്പോൾ നമുക്ക് സംസാരിക്കാം. ഒരുപാട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ നാളെ തന്നെ പോവുകയും ചെയ്യും. ഇനി രണ്ടൂന്ന് മീറ്റിംഗ് കൂടെ ഉണ്ട്. അപ്പോൾ മാസ്റ്റർമാരുണ്ട്. ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. നമുക്ക് അബ്രഹാമിൻ്റെ വിശ്വാസത്തിനും സാറയുടെ വിശ്വാസത്തിനും എന്തുണ്ട്? ഒരു വേരിയേഷനുണ്ട്. ഈ വേരിയേഷൻ കാരണം അവളുടെ കിരീടം ആരെടുത്തുകൊണ്ട് പോയി? വേറെ പെമ്പിള്ളേർ കൊണ്ടുപോയി. അതായി പറയുന്നേ. സ്തോത്രം, സ്തോത്രം. വിശ്വാസം 7 തരത്തിലാണ്. 7 തരത്തിലാണ് വിശ്വാസം. വിശ്വാസമുണ്ട്, അല്പവിശ്വാസമുണ്ട്, അധിക വിശ്വാസമുണ്ട്, വിലയേറിയ വിശ്വാസമുണ്ട്, വിശുദ്ധ വിശ്വാസമുണ്ട്, അതിവിശുദ്ധ വിശ്വാസമുണ്ട്, കടുകുമണിയുടെ വിശ്വാസമുണ്ട്. 7 ഒന്നുകൂടെ പറയണം അല്ലേ? ഇത് ഞാൻ തന്നെ കഷ്ടപ്പെട്ട് പറഞ്ഞതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ തന്നെ പറയേണ്ടി വരും. വിശ്വാസമുണ്ട്, അല്പവിശ്വാസമുണ്ട്, അധിക വിശ്വാസമുണ്ട്, വിലയേറിയ വിശ്വാസമുണ്ട്, വിശുദ്ധ വിശ്വാസമുണ്ട്, അതിവിശുദ്ധ വിശ്വാസമുണ്ട്, കടുകുമണിയുടെ വിശ്വാസമുണ്ട്. ഇപ്പം ഇതിൽ നമുക്ക് ഏതാ ഉള്ളത്? ആർക്കറിയാം? നമ്മളെല്ലാം വിചാരിച്ചിരിക്കും നമ്മൾ ഭയങ്കര വിശ്വാസികളാണ്. അവിടെ രക്തസ്രാവം പിടിച്ച സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ട് അവൾ സൗഖ്യമായി. അത് കഴിഞ്ഞിങ്ങോട്ട് ഇറങ്ങിയപ്പം യായിറോസിൻ്റെ വീട്ടിൽ നിന്ന് ഒന്നിച്ച് പറഞ്ഞു, നിൻ്റെ കുഞ്ഞ് മരിച്ചുപോയി. ഒരു നിപ്പാണ് അവിടെ യായിറോസ്. അവിടെ 5-ാം അധ്യായത്തിൻ്റെ 36 വരുമ്പം യേശു പറയുകയാണ്, യായിറോസ് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവന് വിശ്വസിച്ചിട്ടില്ലായിരുന്നു, ഉണ്ടായിരുന്നു. നീ വന്ന് എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് കൈവച്ചാൽ അവൾ ജീവൻ പ്രാപിക്കുമെന്ന് അവൻ വിശ്വസിച്ചു. അത് രോഗസൗഖ്യമാണ്, 4ാമത്തെ കാറ്റഗറിയാണ്. പക്ഷേ 6ാമത്തെ കാറ്റഗറിയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്ന വിശ്വാസം. അവൻ വാഗൊണ്ട് പറഞ്ഞത് 4ാമത്തേതാണെന്ന് ആർക്ക് മനസ്സിലായി? വിശ്വാസത്തിൻ്റെ നായകന് മനസ്സിലായി. അതുകൊണ്ട് ചെല്ലുന്നതിന് മുൻപേ കൊച്ചു മരിച്ചപ്പോൾ അവിടെ നിന്നു. ദൈവം പറഞ്ഞു, യായിറോസ് 5ാം ക്ലാസ്സിലേക്ക് വാ. അത് കഴിഞ്ഞ് 6ാം ക്ലാസ്സിലേക്ക് വാ. അതേതാ? മരിച്ചവരെ അതിലേക്ക് വാ. നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. 7ാമത്താണ് മാനസാന്തരം എന്ന് പറഞ്ഞാൽ അത് മഹത്തായ അത്ഭുതത്തിൻ്റെ വിശ്വാസം. അപ്പം നമ്മൾ വിശ്വാസത്തിരിക്കും, നമ്മളെ തന്നെ പരിശോധിക്കണ്ടയോ? അപ്പം ശ്രദ്ധിക്കൂ. അപ്പം ഈ വിശ്വാസത്തിലുള്ള പ്രശ്നം, സാറാ വിശ്വസിച്ചിട്ടുണ്ട്, പക്ഷേ ഈ വ്യത്യാസം, ആ വ്യത്യാസം ഒന്ന് നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. 18-ാം അധ്യായം എടുത്ത് പിടിച്ചു വെക്കുക. ഉൽപ്പത്തി പുസ്തകം 18 എടുത്ത് പിടിച്ചു വെക്കുക. അവിടെ മുതൽ പഠിക്കുമ്പം 18-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം അവിടെ വെയിലുറച്ചപ്പോൾ കൂടാരവാതിൽക്കൽ ആരിയിരിക്കുകയായിരുന്നു? അബ്രഹാം ഇരിക്കുകയായിരുന്നു. ഈ ഒരു വാക്യത്തിൽ മാത്രമാണ് അബ്രഹാം ഒരു പ്രാർത്ഥനാ മനുഷ്യനാണെന്നുള്ളതിൻ്റെ ഒരു ചെറിയ തെളിവ് കിട്ടുന്നത്. എന്താ കാര്യം? അവൻ തല പൊക്കി നോക്കിയപ്പോൾ. അതാണ് എൻ്റെ തെളിവ്. കാരണം യഹൂദന്മാർ പ്രാർത്ഥിക്കുമ്പോൾ മുഴങ്കാലുകൾക്കിടയിൽ തല വെച്ചാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ആ വിഷയത്തിൻ്റെ മറുപടി കിട്ടാൻ വേണ്ടി തല എന്ത് ചെയ്യും? പൊക്കും. അങ്ങനെ ഒത്തിരി പദങ്ങളുണ്ട് കേട്ടോ. ഇസഹാക്ക് മരുഭൂമിയിൽ ധ്യാനിപ്പാൻ പോയി, തല പൊക്കി നോക്കിയപ്പോൾ ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. ഇവിടെ അബ്രഹാം പ്രാർത്ഥിക്കുകയായിരുന്നിരിക്കണം. തല പൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ വാതിൽക്കൽ നിൽക്കുന്നത് കണ്ടു. ഏലിയാവ് 36 വാക്കുകൾ 20 സെക്കൻഡുകൾ കൊണ്ട് കർമ്മേൽ പർവ്വത്തിൽ കർമ്മധീരനായിട്ട് അത്ഭുതം ചെയ്തെങ്കിലും അവിടെ തല പൊക്കേണ്ടി വന്നില്ല. തല ഉയർത്തി നിൽക്കുകയായിരുന്നു. പക്ഷേ 6 പ്രാവശ്യം പ്രാർത്ഥിച്ച് 7-ാം പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ തല പൊക്കി നോക്കിയപ്പോൾ കടലിൽ നിന്നും മേഘം പോലെ ഒന്ന് പൊങ്ങുന്നത് കണ്ടു. ആദ്യത്തെ ദൂത്. നിങ്ങൾ എത്ര വർഷമായൊരു വിഷയത്തിനു മുമ്പിൽ തല കുമ്പിട്ടിട്ടുണ്ടോ? നിന്റെ തല പൊക്കുന്നൊരു ദിവസം ദൈവം തരും. നിശ്ചയമായി വിശ്വാസത്തോടെ നമ്മൾ ഇരുന്നോളൂ. 75-ാമത്തെ വയസ്സിലാണ് അബ്രഹാമിന് വാഗ്ദത്തം. 99-ാമത്തെ വയസ്സിലാണ് തല പൊക്കുന്നത്. 24 കൊല്ലത്തിനിടയിൽ പല പ്രാവശ്യം ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. ഫേസ് ടു ഫേസ് സംസാരിച്ചിട്ടുണ്ട്.
5 പ്രാവശ്യം പറഞ്ഞു, നിനക്ക് ഞാൻ കൊച്ചുങ്ങളെ തരാം, കൊച്ചുങ്ങളെ തരാം. പുള്ളി മിണ്ടിയിട്ടില്ല. ഒരു പ്രാവശ്യം ചോദിച്ചു, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിച്ച് ഇങ്ങനെ കൊച്ചുങ്ങൾ തരാൻ പറഞ്ഞിട്ട് ദാസനം വലുതായിക്കൊണ്ടിരിക്കുകയാണല്ലോ, എപ്പോഴാണ് തരുന്നത്? അത് ആരാലും ചോദിച്ചു പോകില്ലേ? ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങി കിടക്കുന്ന ഒരാളെ വിളിച്ചും നേഴ്സ് പറയാണ് 2 മണിക്ക് ഉറങ്ങി ഈ ഗുളി കഴിച്ചിട്ട് കിടക്ക് എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഉറങ്ങുളി കഴിച്ചിട്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അത് ഉറങ്ങി കിടക്കുകയല്ലേ. അപ്പം കിടന്നുറങ്ങുന്ന മനുഷ്യനെ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് തരാൻ എന്ന് പറഞ്ഞ് ആരാലും ചോദിക്കുകയല്ലേ? ഒന്നും പറയാഞ്ഞിട്ടല്ലേ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നെയാണ് ഇല്ലേ? അപ്പം 24 കൊല്ലത്തിൽ പല പ്രാവശ്യം സംസാരിച്ച് ഈ ഒരു കാര്യം മാത്രം ദൈവം മറന്നതല്ല. വെയിറ്റ് ആൻഡ് സീ, കാത്തിരുന്ന് കാണുക എന്നുള്ള വലിയ കാര്യമാണ്. താങ്കൾ നാളെ വിശ്വാസികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളല്ല, അപ്പനായി മാറാൻ പോവുകയാണ്. വിശ്വാസികളുടെ പിതാവായി മാറാൻ പോവുകയാണ്. അവർക്ക് റോൾ മോഡലായി പല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കേണ്ടതുണ്ട്. വെയിറ്റ് ചെയ്താൽ കാണാൻ പറ്റും. തല ഉയർത്തുകയാണ്. അപ്പൊ ചില ആളുകൾ പറയുന്നത്, ഈ വെയിലുറച്ചപ്പം അബ്രഹാം കൂടാരവാതിക്കൽ. എപ്പോഴാ വെയിലുറയ്ക്കുന്നത്? രാവിലെ വൈകുന്നേരോ? വെയിൽ ഉറയ്ക്കുന്നത് ഒരു ഉച്ചയാകുമ്പോഴല്ലേ ഉറയ്ക്കുന്നേ. അന്നേരം ആരെങ്കിലും വെളിയിലിറങ്ങിയിരിക്കുമോ നമ്മുടെ നാട്ടിൽ? അപ്പോൾ ചോദിച്ചു, എന്തുവാ അബ്രഹാം ഇറങ്ങിയിരിക്കാൻ കാരണം? ഒരാൾ പറഞ്ഞു, അകത്തുള്ളത് ഫസ്റ്റ് ക്ലാസ് സാധനമാണ്, അതാണ് വെളിയിറങ്ങിയിരിക്കാൻ കാരണമെന്ന്. ഒരു ദിവസം അവധി കിട്ടിയാൽ പോലും ഭർത്താക്കന്മാരെ വീട്ടിലിരിക്കണമെങ്കിൽ മര്യാദയ്ക്ക് പെരുമാറാൻ പഠിക്കണം. ഇല്ലെങ്കിൽ അവർ കവലയിൽ പോയിട്ട് വൈകുന്നേരമേ വരുള്ളൂ, അല്ലേ? അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ വാതിൽക്ക് നിൽക്കുന്നത് നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാക്കണം. അവിടെ മുതൽ അബ്രഹാമിൻ്റെ വിശ്വാസത്തിന് ചിറക് വിടർത്തുകയാണ്. നിങ്ങൾ എത്ര കൊല്ലം പ്രാർത്ഥിച്ചോ? ആസ്ക്, സീക്ക്, നോക്ക് എന്ന പദമാണല്ലോ. അതിൻ്റെ ആദ്യത്തെ അക്ഷരം എടുത്താൽ പിന്നെയും കിട്ടുന്ന ആസ്ക് എന്നാണ്. അതിനർത്ഥം യാചിപ്പിനെന്നല്ല, യാചിച്ചുകൊണ്ടേയിരിപ്പിനെന്നാണ്. അന്വേഷിപ്പിനെന്നല്ല, അന്വേഷിച്ചുകൊണ്ടേയിരിപ്പിനെന്നാണ്. മുട്ടിക്കൊണ്ടേയിരിപ്പിനെന്നാണ്. അങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കൂടാരവാതിക്കൽ വിശ്വസിക്കാൻ തയ്യാറാകൂ. നിങ്ങൾ പ്രാർത്ഥന അവസാനിപ്പിക്കാത്ത ഒരാളാണെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥനയുടെ വാതിൽ അടയ്ക്കാത്ത ഒരാളാണെങ്കിൽ, നിങ്ങളുടെ കൂടാരവാതിക്കൽ ദൈവത്തിൻ്റെ മറുപടിയുമായി ദൈവം തന്നെ നേരിട്ട് വരുന്ന ഒരു ദിവസം വിശ്വാസ കണ്ണുകളാൽ കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ ഇടയാകണമെന്നേ. പറഞ്ഞാൽ അവൻ മാറത്തില്ലെന്നേ. ഇനി അബ്രഹാമിൻ്റെ ബോഡി ലാംഗ്വേജിലേക്ക് വരികയാണ്. ഇതൊക്കെ പഠിക്കുന്നതിന് ഇപ്പുറത്ത് സാറാ വരുന്നുണ്ട്. അവൻ എന്തോ ചെയ്തു? ഒന്ന് വായിക്കണ്ട, അറിയാം. ചാടി എഴുന്നേറ്റു, ഓടിച്ചെന്നു, നിലം വരെ കുനിഞ്ഞു. എല്ലാ പദങ്ങളും അവിടെ ഇല്ല. ചാടി എഴുന്നേറ്റൊന്നും ഇല്ല എന്ന് തോന്നുന്നു. എഴുന്നേറ്റു, ഓടിച്ചെന്നു, നിലം വരെ. എൻ്റെ അച്ഛൻ പറയാനൊക്കെ എന്നെ എളുപ്പം. ചാടി എഴുന്നേറ്റു, ഓടി, നിലം വരെ. ഒന്ന് കാണിച്ചു തന്നെ, അല്ല കാണിച്ചു തന്നെ. എന്നാ ചെയ്യാനാ? നമ്മുടെ ആള് ഈ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന നിങ്ങളൊക്കെ പറയാറില്ലയോ, ഇത്ര നേരം നമ്മൾ പാട്ട് കേട്ടോണ്ടിരിക്കുക, ഇത് നമുക്ക് എഴുന്നേറ്റൊന്ന് ആരാധിക്കാം. ഇപ്പം നാട്ടിലൊക്കെ പിള്ളേരൊക്കെ പായലിരിക്കുന്നത്, അന്നേരം അവർ എഴുന്നേക്കുന്ന രംഗം കണ്ടോളാം. ആദ്യം തന്നെ ദോശ മറിച്ചിടുന്ന പോലെ ഒന്ന് തിരിഞ്ഞിരിക്കും. അവർ പിന്നെ 2 കൈയും കൂടെ ഇങ്ങനെ കുത്തും. എഴുന്നേറ്റ് ആ നിപ്പ് കണ്ടാൽ ഫോട്ടോ എടുത്ത് വെക്കണം. ഡാർവിൻ്റെ പരിണാമവാദ സിദ്ധാന്തമാണ് ശരി. ഒരു വാലിൻ്റെ കുറവേയുള്ളൂ, അത് പോയതാ. പിന്നെ എളിക്ക് കൈ കൊടുത്ത് ഇടത്തോട്ട് തിരിഞ്ഞ് വലത്തോട്ട് മാറി കടത്തനാടം കളരി 16 കഴിഞ്ഞ് വരുമ്പോഴേക്കും പിള്ളേർ പാട്ടും പാടി ബന്ധനം കഴിഞ്ഞ് ഇന്ധനവും തീർന്ന് അവർ പോയിട്ടുണ്ടാവും. പിള്ളേരുടെ മതി, പാട്ട് തീർന്നു. ഇത് നമുക്കൊക്കെ എന്നാ പറ്റി? നമുക്കിപ്പോൾ ചാടി എഴുന്നേക്കാൻ പറ്റുന്നില്ല, ഓടാൻ പറ്റുന്നില്ല, നിലം വരെ ഒന്ന് കുനിഞ്ഞിട്ട് പോണം കേട്ടെന്ന് പറ്റുന്നില്ല. ഇവിടെ ഞാൻ ബോഡി ലാംഗ്വേജിനെ കുറിച്ചാണ് പറയുന്നത്. എത്ര വയസ്സുണ്ട് അബ്രഹാമിന്? എത്ര? കുറയ്ക്കരുതാ, 99. സാറാക്ക് എത്ര വയസ്സുള്ള നേരം? 89. ഭാര്യയും ഭർത്താവിന് എത്ര വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്? പഠിക്കണം അതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ 10 വയസ്സിൻ്റെ വ്യത്യാസം
നിങ്ങൾ വിശ്വാസികളുടെ പിതാവിനല്ലേ ഫോളോ ചെയ്യുന്നത്? ആ, ഭാര്യ 10 വയസ്സിൻ്റെ വ്യത്യാസം പറയാൻ മടി. അബദ്ധം പറ്റിയത് ഇരുന്നോട്ടെ, അവരാരും വന്നിട്ടില്ലല്ലോ, നമ്മൾക്ക് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് പോട്ടായോ. 10 വയസ്സിൻ്റെ വ്യത്യാസം വേണം. അതിന് 10 കാരണമുണ്ട്, 10 കാരണം. ഇപ്പം നിങ്ങൾ പറയും, ഇപ്പം ചോദ്യം ഞങ്ങൾ തമ്മിലുണ്ടോ എന്നായിരിക്കില്ലയോ? ഇതൊക്കെ പറ്റിപ്പോയി, നമുക്കിനി പുറകോട്ട് പോകാനൊക്കത്തില്ല, നമുക്ക് ഇത്രയും കാര്യങ്ങളൊന്നും അറിയില്ല. 10 വയസ്സിൻ്റെ വ്യത്യാസത്തിന് കല്യാണം കഴിക്കണമെന്ന് പറയുന്നത് എന്തിനാണെന്നറിയാമോ? 5 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടാകാനാ. ആ, ആദിവാസി തേക്കും തടി വെട്ടി അവനെ കോടതി കൊണ്ടുപോയപ്പോൾ കോടതി ചോദിച്ചു, നിനക്കറിയത്തില്ല എനിക്ക് എങ്ക പിടിയാതെ, അവനൊന്നും അറിയത്തില്ല, തേക്കും തടിയാണോ ഒന്നും അറിയത്തില്ല. വിവരവും ബോധവും ഇല്ലാത്തതുകൊണ്ട് കോടതി പറഞ്ഞു ഒരു 15 രൂപ വിധിച്ചിരിക്കുന്നു, പൊക്കോളാൻ പറഞ്ഞു. അവൻ തുള്ളിച്ചാടി വക്കീലടുത്ത് പറയുക, എന്തിനാ 15 വിധിച്ചെന്നറിയാമോ? എന്തിനാ? 10 കൊടുക്കാനാ, ഞാൻ 5 കൊടുക്കുള്ളൂ എന്ന്. അവന് വിവരമില്ല, അത്രയേ ഉള്ളൂ. ഈ 10 എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? 5 വരാനായി പറയുന്നേ, മനസ്സിലായോ? ഇതെന്താ ഈ 10 കാരണം? ഞാനിത് ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ ചില പിള്ളേർ വെച്ച്, അങ്കിളെ ഈ 10 വയസ്സിൻ്റെ വ്യത്യാസം വേണമെന്ന് പറഞ്ഞിട്ട് 1-2 അവർ അറിയണത്. ഞാൻ ഇനിയുള്ള തലമുറക്കാർ ഒന്നാമത് ഈ ശരീര വളർച്ചയിൽ സ്ത്രീകൾക്ക് കാതലായ വ്യത്യാസമുണ്ട്, മനസ്സിലായോ? ആണുങ്ങൾക്ക് പ്രസവമില്ല, ഇതൊന്നുമില്ല. അതുകൊണ്ട് അവരിങ്ങനെ എപ്പോൾ നോക്കിയാലും നമ്മുടെ ഒരു ചുള്ളനായിട്ടൊക്കെ ഇരിക്കും. അല്ല, നമ്മുടെ ഭാഷമാരിക്കുന്നു. അല്ല, ഇന്നലെയൊക്കെ ഞങ്ങളൊരാളെ പരിചയപ്പെട്ടു, ആ പുള്ളിയുടെ മോളെയും കെട്ടിച്ച്, ആ പുള്ളിക്ക് കല്യാണാലോചിക്കുക. പുള്ളിക്ക് കല്യാണാലോചിക്കുക, പുള്ളി പറയും എന്നെ മോളെ കെട്ടിച്ചെന്ന്. എന്തോ ചെയ്യാനെന്ന് പറയാം. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. പ്രസവം കഴിയുന്നതോടുകൂടെ മിനിമം 3 വർഷത്തെ ഡിഫറൻസ് തോന്നും. ഇപ്പം 2 പ്രസവം കഴിയുമ്പോഴോ, അതാ 2 പ്രസവം കഴിയുമ്പോൾ 6 വയസ്സിൻ്റെ മൂപ്പ് അവർക്ക് തോന്നും. കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാൻ തുടങ്ങുന്നതോടുകൂടെ ബോഡിക്ക് ഫ്ലെക്സിബിൾ ബോഡിയാകും, വ്യത്യാസം ഉണ്ടാകും, വലിയ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഒരു 10 വയസ്സിൻ്റെ വ്യത്യാസത്തിന് കല്യാണം കഴിപ്പിച്ചാൽ 2 പ്രസവം കഴിയുമ്പോൾ നോക്കുമ്പം 5 വയസ്സിൻ്റെ വ്യത്യാസം, അത് കറക്റ്റാണ്. ഞാനങ്ങനെ പിള്ളേരെ കെട്ടിച്ചത് കേട്ടോ, ചുമ്മാ പറയല്ല. മൂത്തോൾ കല്യാണം പറഞ്ഞു, പപ്പ 10. ഞാൻ പറഞ്ഞു, എടി ഇതാ വചനം പറയുന്നത്, 10 വയസ്സിൻ്റെ വ്യത്യാസം ആണോ? ആ, എന്നായിരിക്കട്ടെ, 20, 10, 30. 10 വയസ്സിൻ്റെ രണ്ടാമത്തൊക്കെ 7 കിട്ടിയുള്ളൂ, എന്നാലും ഒപ്പിച്ചെടുത്ത്. അല്ലെങ്കിൽ ഗുണം എന്നാണെന്നറിയാമോ? അത് നാളെ മൂത്തോളെ വീട്ടിൽ ചെന്നപ്പം ഞാൻ പോരാൻ നേരത്ത്, ഞങ്ങൾ പോകാൻ നേരത്ത് അവളാ ഗേറ്റ് അവിടെ പറഞ്ഞു, പട്ടിക്കൂടുണ്ട്. അപ്പോൾ അവൾ കെട്ടിയവനോട് പറയുക, അച്ഛാ ആ പട്ടിക്കൂട് ഒന്ന് അടച്ചിട്ട് വരാമോ? എനിക്ക് രോമാഞ്ചം ഉണ്ടായി. എന്തോന്നാ അച്ഛാ ആ പട്ടിക്കൂട്? അപ്പോൾ കൂടെ പഠിച്ച ചെക്കനെന്തോ വിളിക്കുന്നേ? മരുമാക്രി, പോടാ, വാട, കൊരങ്ങ എന്നൊക്കെ അല്ലേ? അവനെ കല്യാണം കഴിച്ചാൽ എന്തോ വിളിക്കും? അവരാച്ചാ ആ പട്ടിക്കൂട് അടച്ചിട്ട് വരൂ എന്ന് പറയില്ലേ? പറയത്തില്ലേ? പറയൂന്നേ. അപ്പം ആ വിളിയൊക്കെ എന്തോ ഒരു സുരക്ഷിത ബോധം നോക്കിക്കേ, ചിന്തിച്ചു നോക്കിക്കേ. അപ്പം അതൊരു കാര്യം. വിളിക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും, ബോഡിക്ക് വലിയ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ പറയും സച്ചിൻ തെണ്ടുൽക്കർ മൂത്തതിനെ കെട്ടിട്ട് അഞ്ജലിക്ക് പ്രായമുപ്പുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചെന്ന് അബദ്ധത്തിൽ ചാടരുത്. എന്നാ കുഴപ്പമെന്നറിയാമോ? നിങ്ങൾ ഈ ഒരേ പ്രായത്തിലുള്ള കല്യാണം കഴിച്ചാൽ കുറേ കഴിയുമ്പോഴത്തേന് 50-55 ആകുമ്പോഴാണ് പ്രശ്നം. എന്താ കാര്യം? ഒരു 60 ആകുമ്പം ഒരു കല്യാണത്തിന് പോകുമ്പം മുടക്കും, സുഖമായിരിക്കുന്നു, ഇതാരാ അമ്മയാണോ? ഇനി മേലാൽ ഞാൻ നിങ്ങളുടെ കൂടെ. അത് നേരത്തെ ആലോചിക്കണം നമ്മുടെ കാര്യങ്ങളൊക്കെ. നമുക്കൊരു സുരക്ഷിത ബോധം ഉണ്ടാകുന്നത് ഈ അച്ചാച്ചാന്ന് വിളിക്കുമ്പോഴാണ്, മനസ്സിലായോ? അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്, 10 ഒരുപാടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് കെട്ടികൾക്കും മാപ്പിളയ്ക്ക് 80 വയസ്സായി, 80 വയസ്സായി. അപ്പോൾ അങ്കമാലി ആശുപത്രി പോകണം, 2 പേരും കണ്ണ് കാണാൻ പറ്റില്ല, 4 ഇങ്ങനെ അങ്ങനെ പോണ്ടായോ? 10 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരാൾക്ക് കണ്ണടയ്ക്കാം, ഒരാൾക്ക് കയ്യെ പിടിക്കാം. അപ്പോൾ നമ്മൾ സിനിമ പാട്ട് പാടി, കൺമണി നീയാൻ കരം പിടിച്ചാൽ കണ്ണുകൾ എന്തിന്? അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. പിള്ളേരെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണം കേട്ടോ. അതുകൊണ്ട് ഇനിയിപ്പോൾ എല്ലാ പിള്ളേരും 10ാം ക്ലാസ് പഠിക്കുന്നുണ്ടെങ്കിൽ LKG പഠിക്കുന്ന കൊച്ചിൻ്റെ പുറത്ത് ബുക്കിടുന്നൊന്നും എഴുതി വെച്ചേക്കരുത്.
പതുക്കെ പതുക്കെ മതി, സമയമാവട്ടെ. അപ്പൊ നോക്കിയേക്ക്, അതെങ്ങനെ ഇപ്പൊ സാറായ്ക്ക് അന്നേരം 89 വിശ്വാസത്തിന്റെ വ്യത്യാസം കണ്ടോ നിങ്ങൾ? ഇവൻ നിലം വരെ കുനിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഒരു വാക്ക് ഹൈലൈറ്റ് ചെയ്യണം. മൂന്നാമത്തെ വാക്യം. എന്തോ വിളിച്ച? ഏകവചനോ ബഹുവചനോ? എത്ര പേര് നിപ്പുണ്ട് അവിടെ? എന്തോ വിളിക്കണം? യജമാനന്മാരെ എന്തോ വിളിച്ചു. എന്തർത്ഥം? ഈ ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്ന സ്റ്റൈല് കണ്ടോ നിങ്ങൾ? കണ്ടോ? ആരാ ഇന്നത്തെ പ്രസംഗം? ജോയി പറയും, ഓ ഇന്നലെ കേട്ടതല്ലേ, ശരി. ആരാ കീബോർഡ് വായിക്കുന്നാണ്ട്? അങ്ങനെ ചിന്തിക്കരുത്. ആ 3 പേരിൽ ഒരാൾ യഹോവയാണെന്ന് എങ്ങനെ അബ്രഹാമിന് മനസ്സിലായി? സ്ഥിരമായി കീബോർഡ് വായിക്കുന്നൊരു പയ്യൻ, സ്ഥിരമായി പ്രസംഗം കേൾക്കുന്നൊരു പാസ്റ്റർ, സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന മൂപ്പനോ സെക്രട്ടറിയോ. ഒരു കാര്യം നിങ്ങൾ ഓർത്തോളം, ഏത് വലിയവൻ ചെയ്താലും ചെറിയവൻ ചെയ്താലും വരികൾക്കിടയിൽ, കട്ടകൾക്കിടയിൽ, രാഗങ്ങൾക്കിടയിൽ നിങ്ങളെ ജീവിപ്പിക്കുന്ന ഒരു ദൂത് അതിനകത്ത് കാണും. അത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ എല്ലാ യോഗങ്ങളും അനുഗ്രഹിക്കപ്പെട്ട യോഗമാണ്. അവൻ എങ്ങനെ മനസ്സിലായി? മമ്രയുടെ തോപ്പിൽ കീബോർഡിന്റെ 8ാമത്തെ കട്ടയിൽ പിടിക്കാതെ, ടാമറിനിട്ട് കുലുക്കാതെ, നീങ്ങിപ്പോയി പാട്ട് പാടാതെ, പ്രതിവാക്യമായി സങ്കീർത്തനം വായിക്കാൻ ആളില്ലാതെ, ഒടുവിൽ ആമേൻ പറയാൻ സാറ പോലുമില്ലാതെ, മമ്രയുടെ തോപ്പിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്ന പ്രസൻസ് അന്തരാത്മാവിൽ അനുഭവിച്ചിട്ടുള്ളവന് വേറെ ഒരു അകമ്പടിയുടെയും ആവശ്യമില്ല. 3 പേര് വന്ന് നിൽക്കുന്നുണ്ടെങ്കിലും ഞാൻ അകത്ത് അനുഭവിച്ചറിഞ്ഞ് ആ ദൈവത്തിന്റെ പ്രസൻസ് വാതിക്കൽ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞതുപോലെ, സഹോദരിമാരുടെ മീറ്റിംഗ് ആണെങ്കിലും ഇന്ന് രാത്രിയിൽ എൻ്റെ ദൈവത്തിന്റെ പ്രസൻസ് ഈ മീറ്റിംഗിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കുന്നവർക്കായി, വിശ്വസിക്കുന്നവർക്കായി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങൾ കണ്ടോ? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി എങ്ങനെ വ്യാപരിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? അത് ഈ വ്യാപരിക്കുന്ന ഈ പറയാൻ പോകുന്നത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, വിശ്വസിക്കാത്തവർക്ക് വേണ്ടിയോ? അവിടെ ഇരിക്കും. യജമാനനെ ദൈവം ഞെട്ടി. എടാ, ആരവാരമൊക്കെ ആയിട്ട് വന്ന പദപ്രശ്നത്തിൽ പിള്ളേരെ കണ്ടുപിടിക്കുന്ന പോലെ ആള് മാറി വന്നിട്ടും നീ എന്നെ ആരാണെന്ന് പിടികിട്ടിയില്ല പുള്ളിക്ക്. 3 ആരാണെന്ന് പിടികിട്ടില്ല. പക്ഷെ പുള്ളി നേരെ ഗോൾ പോസ്റ്റിലേക്ക് ഗോളടിച്ചു. യജമാനനെ രക്ഷപ്പെടാൻ പറ്റില്ല. ദൈവം തിരിച്ചു ഗോളടിക്കുന്നത് കണ്ടോ നിങ്ങൾ? തിരിച്ച് 10ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ച്. 3ാമത്തെ വാക്യത്തിൽ അബ്രഹാം പറഞ്ഞു, യജമാനനെ. 2 പേരെ വിളിച്ചിട്ടില്ല. ദൈവത്തിന് മനസ്സിലായി, എന്നെ അവൻ കണ്ടുപിടിച്ചു. ദൈവം തിരിച്ച് ഗോളടിക്കുക. അവരെ വന്ന് പിന്നെ ശാപ്പാട് കഴിക്കുന്നവരെ കൊണ്ട് വൃക്ഷത്തിൻ്റെ കീഴിൽ ദൂതന്മാരുടെ മുമ്പിൽ ശുശ്രൂഷിച്ച് നിന്നു. അതൊക്കെ വേലക്കാർക്കുള്ള ദൂതാ കേട്ടോ. ഞാൻ പാസ്റ്റർമാരോട് പറയും, നിങ്ങൾ ആടെയിലും കീഴെ നിൽക്കണം. 2, നിങ്ങളുടെ ശുശ്രൂഷ IPCAGയുടെ മുമ്പിലല്ല, ദൂതന്മാരുടെ മുൻപിലാണ്. 3, ശുശ്രൂഷിച്ച് ഇരുന്നവരുണ്ട്, കിടന്നവരുണ്ട്, മതി എന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെയൊന്നുമല്ല, ചാകുന്നവരെ ശുശ്രൂഷിച്ച് നിൽക്കണം. അതൊക്കെ വേലക്കാർക്കുള്ള ആ ഭാഗം ഞാൻ വിട്ടു. 10ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, 1 ആണ്ട് കഴിഞ്ഞിട്ട്, അങ്ങനെ അങ്ങ് വിട്ട് കളയാതെ, 1 ആണ്ട് കഴിഞ്ഞിട്ട്, അത്രയും വേണ്ട, 1 ആണ്ട് കഴിഞ്ഞിട്ട്, 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ ഇടക്കൽ പോട്ടെ. 3 പേര് ശാപ്പാട് കഴിച്ചുകൊണ്ടിരിക്കുക. അന്നേരം ഒരാൾ പറയുക, 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്നല്ലേ പറയേണ്ടത്? അങ്ങനല്ലേ പറയേണ്ടത്? 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ഭാര്യയും കൂടെ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് വരാമെന്ന് പറഞ്ഞു. ഞാൻ വരാമെന്ന് പറഞ്ഞാൽ ഭാര്യ വരത്തില്ലെന്നല്ലേ? ഞങ്ങൾ വരുമെന്ന് പറയണ്ടേ? 1 ആണ്ട് കഴിഞ്ഞിട്ട് ആര് വരും? മറ്റ് 2 പേരും വരികയില്ല, പക്ഷെ ആര് വരും? മനസ്സിലായോ? അബ്രഹാം പറഞ്ഞു, അമ്പട കള്ള, ഞാൻ ഒളിച്ചിരിക്കുകയായിരുന്നല്ലേ.
അപ്പൊ ഇപ്പൊ പറഞ്ഞ ആളാണ് യഹോവ എന്ന് അവന് മനസ്സിലായി. കാരണം അടുത്തയാണ്ട് ഒരാണ്ട് കഴിഞ്ഞിട്ട് ഏത് ഞാൻ യഹോവേ നിന്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാനാകുന്നവൻ. ആ ഞാനാണ് ഇപ്പൊ പറഞ്ഞ ഞാൻ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ അകത്തളത്തിലേക്ക് ഇറങ്ങി വന്നാൽ അത് പ്രസംഗത്തിനകത്താണോ, പാട്ടിനകത്താണോ, ദൂതിനകത്താണോ, തലയിൽ കൈവച്ചൊരു ദൂതിനകത്താണോ, ഏതാണെന്ന് സിക്സർ പിടിച്ചെടുക്കുന്ന ലാഘവത്തോടെ അത് പിടിച്ചെടുക്കാൻ മനസ്സുള്ളവർക്ക് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിക്കാൻ പറ്റുമെന്ന്. ഒരു ദൂത് പറഞ്ഞോട്ടെ ഞാനിവിടെ. എന്താണെന്നറിയാമോ? ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ വരുമ്പോൾ നിന്റെ ഭാര്യ സാറാക്കൊരു കുഞ്ഞ്, മലയാളത്തിൽ വായിച്ച്, നിന്റെ ഭാര്യ സാറാക്കൊരു കുഞ്ഞ് പറഞ്ഞ് നാണിച്ച് പറയാടെ ഉറക്കെ പറ. അടുത്ത ഞായറാഴ്ച അടിച്ച് വീട് സഭായത്തിന്. കാരണം സഹോദരന്മാരും വന്നിട്ടില്ല. പുതിയ അന്യഭാഷ എന്തോന്നാ ഇവരുടെ സഭയെ മിണ്ടരുത്, ബാക്കിയൊക്കെ മിണ്ടാം. എന്നാന്നറിയാമോ ഷേഖബോർസ എന്ന് പറഞ്ഞാൽ? ഉണ്ടാകട്ടെ. ഉൽപ്പത്തിയിലേക്ക് വരെ എടുക്കണ്ട. വെളിച്ചം ഷേഖഫോർസാണ്. അതുപോലെ ഭൂമിയിൽ നിന്ന് അതതരം വിത്തുള്ള സസ്യങ്ങൾ മുളയ്ക്കട്ടെ എന്നല്ല, ഷേഖഫോർസാണ്. കടലിൽ സമുദ്രത്തിൽ കൂട്ടമായ അല്ലെങ്കിൽ എന്തെങ്കിലും ജനിക്കട്ടെ എന്നല്ല, ഷേഖഫോർസാണ്. ചോദ്യം ഞാൻ നോക്കിക്കേ. ദൈവം എന്ന് പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ തിങ്കളാഴ്ച രാവിലെ. സപ്പോസ് എപ്പോഴുണ്ടായി? ആരാ പറഞ്ഞേ? അപ്പോഴുണ്ടായി. അപ്പോൾ ചൊവ്വാഴ്ചയാണ് ഉണ്ടായത്. നമ്മൾ തരാമെന്ന് പറഞ്ഞാൽ നാളെ തരും, ചിലപ്പോൾ കൊടുക്കത്തുമില്ല. അങ്ങനെയാണോ? ദൈവം ഉണ്ടാകട്ടെ 4 വാക്ക് പറഞ്ഞപ്പോഴേ വെളിച്ചം ഉണ്ടായി. ഓക്കെ ആണല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ദൈവം അവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണ്, അടുത്ത ആണ്ട് ഞാൻ വരുമ്പം നിന്റെ ഭാര്യ സാറാക്കൊരു കുഞ്ഞ് ഷേഖഫോർസ. എപ്പോഴുണ്ടായി? അപ്പോഴുണ്ടായി. അത് ഈ കുഞ്ഞെന്ന് പറഞ്ഞാൽ പിന്നെ 9 മാസം 9 ദിവസം 9 നാഴിക വിനാഴി അകത്തിരിക്കണ്ടായോ? അപ്പം അടുത്ത ആണ്ട് വരുമ്പം കൊച്ചിനെ കയ്യും മേടിക്കണമെങ്കിൽ ഇപ്പോൾ ഉണ്ടാകണ്ടേ? അപ്പം 8.5 പതിറ്റാണ്ട് കഴിഞ്ഞ സാറായുടെ ഗർഭപാത്രം അപ്പം ചലിച്ചില്ലേ? ഞാൻ പറയാൻ പോവുകയാണ്, നിങ്ങൾ ചിന്തിച്ചോ? നിങ്ങൾ വിശ്വാസത്തിൽ പറയണം ഷേഖഫോർസ എന്തോന്ന് ഉണ്ടാകട്ടെ. എന്തുണ്ടാകട്ടെ? സാത്താൻ്റെ സഭക്കാരെ കുറിച്ച് ഒരുപാടൊന്നും പഠിക്കണ്ട, ഒരു കാര്യം പഠിക്കണം. ഒത്തിരി പഠിക്കാതിരിക്കുക നല്ലത്. 12 മണിക്ക് വരുമ്പോൾ ഒരു ലെസൺ ബൈബിളിൽ നിരത്തി വെച്ചിരിക്കുന്നു. അതിനകത്ത് കയറി ഇങ്ങനെ ഷൂ കൊണ്ട് തുടച്ച് ചെളിയൊക്കെ അതിനകത്ത് തൂത്ത് കളഞ്ഞേച്ചാണ് ഇവരകത്തോട്ട് കയറുന്നത്. പിന്നെ കറുത്ത ഡ്രസ്സ് ഒരുപാടുണ്ട്. 12 മണി മുതൽ 3 മണി വരെ 3 മണിക്കൂർ അവർ പറയുന്ന വാക്കാണ് ഷേഖഫോർസ. എന്തോ ഷേഖഫോർസ ഉണ്ടാകട്ടെ. എന്തുണ്ടാകട്ടെ? ബാക്കി കേട്ടോളാം സഹോദരിമാർ. ഇന്ന് രാത്രിയിൽ അവരുടെ പാസ്റ്റർ, ഇന്ന് രാത്രിയിൽ ദൈവദാസന്മാർ അപകടത്തിൽ മരിക്കട്ടെ. അപ്പം അവർ പറയും ഷേഖഫോർസ. നമ്മളിവിടെ പറയില്ലേ കുറിയാലായുസോ, ഷേഖഫോർസ. ഇന്ന് രാത്രിയിൽ പാസ്റ്റർമാർ സഹോദരിമാരെ തെറ്റായിട്ട് ഉപയോഗിക്കട്ടെ. ഷേഖഫോർസ. വിശ്വാസികൾ പാമ്പ് കടിച്ച് ചാവട്ടെ. ഷേഖഫോർസ. ട്രെയിൻ അട്ടിമറിക്കപ്പെടട്ടെ. ഷേഖഫോർസ. 3 മണിക്കൂർ ഇയാൾ പറയുകയാണ് എന്തോന്ന്? ആത്മീക രംഗം കലങ്ങി മറിയട്ടെന്ന്. യുവമാരാമേനും പറഞ്ഞു. നേരം വെളുത്ത മനോരമയും മാധ്യമവും മംഗളവും വീട്ടുമുറ്റത്ത് വരുമ്പോൾ ഇവർ 3 മണിക്കൂർ ഷേഖഫോർസ പറഞ്ഞ മുഴുവൻ കാര്യവും അതിനകത്തുണ്ട്. നേരാണോ? ഈ ലോകത്തിൻ്റെ ദൈവത്തിൻ്റെ മക്കൾ 3 മണിക്കൂർ നേരം ഷേഖഫോർസ എന്ന് പറയുമ്പോൾ അച്ചിട്ടതുപോലെ സംഭവിക്കുന്നെങ്കിൽ അവൻ്റെ ചങ്കിലെ ചോര കൊടുത്ത വീണ്ടെടുത്ത ദൈവത്തിൻ്റെ മക്കൾ. ഞാൻ ശ്രദ്ധിച്ചേ നമ്മൾ ആരാധിക്കാൻ പോവുക. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കണം. എന്തിനാണെന്നറിയാമോ? ഇതുവരെ കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ടെങ്കിൽ സ്തോത്രം, ഇങ്ങോട്ട് മുന്നോട്ട് വാ, ഞാൻ പ്രാർത്ഥിക്കാമെന്ന്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് മുന്നോട്ട് വാ, വിശ്വാസത്തോടെ വാ. നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ഈ വാക്ക് പറയാൻ തൻ്റെ ഇടവും വിശ്വാസമുള്ള പറഞ്ഞു. ഒറ്റ കൊല്ലത്തിനകം
ചില അത്ഭുതങ്ങൾ ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഒരല്പസമയം നമ്മൾ ശേഖബോർസ പറയാൻ പോവുകയാണ്. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇതുവരെ ഇല്ലാത്ത സൗഖ്യം, ഇതുവരെ ഇല്ലാത്ത ബന്ധനങ്ങൾ, ഇതുവരെ ഇല്ലാത്ത പോരുകൾ, പോരാട്ടങ്ങൾ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായിരിക്കണമെങ്കിൽ നിങ്ങളുടെ നാവിന്റെ മേൽ ദൈവം തമ്പുരാൻ അവകാശം വെച്ചിട്ടുണ്ടെങ്കിൽ, അധികാരം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ സ്തുതിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആഗ്രഹിച്ചോ, ദൈവത്തെ സ്തുതിച്ചോ. ഇന്ന് രാത്രിയിൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ ശക്തിയോടെ ഉണ്ടാകട്ടെ, ഉളവാകട്ടെ, ജനിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ, ഉരുവാകട്ടെ. ഒരല്പസമയം ആത്മാവിൽ ദൈവത്തെ ആരാധിച്ച ദൈവമക്കളെ, ശക്തമായി ഒന്ന് കരമടിച്ച ദൈവത്തെ സ്തുതിച്ച് 10 വർഷമായി 20 വർഷമായി നടക്കാത്ത കാര്യം ഇന്ന് പകൽ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൃപ പ്രാപിച്ച ദൈവത്തിന്റെ മക്കൾ ഒന്ന് ശക്തമായി പറഞ്ഞു, അതങ്ങനെ സംഭവിക്കട്ടെ. നിങ്ങളുടെ നാവിൽ അധികാരമുണ്ട്, നിങ്ങളുടെ നാവിൽ അഭിഷേകമുണ്ട്. സ്വർഗത്തിലും ഭൂമിക്കും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ അധികാരത്തിന്റെ ഷെയർ ദൈവമക്കളെ നിന്റെ നാവിൽ തന്നിട്ടുണ്ട്. നീ ഒരു വാക്ക് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. വാക്കു തന്ന ദേവനെ നീ വാഴ്ത്തി പാടേണം. വാക്കു തന്ന ദേവനെ നീ വാഴ്ത്തി പാടേണം. പാവനാത്മാ ആവസിപ്പാൻ പ്രാർത്ഥിച്ചിടേണം. പാവനാത്മാ ആവസിപ്പാൻ പ്രാർത്ഥിച്ചിടേണം. വാടിപ്പോകാതെ മനമേ വാടിപ്പോകാതെ, സോർന്നു പോകാതെ മനമേ വാടിപ്പോകാതെ. നമ്മുടെ ദൈവം പറഞ്ഞാലത് സംഭവിക്കും. യഹോവ കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു. അവൻ അരുളി ചെയ്തു, അങ്ങനെ സ്ഥാപിതമായി. വിശ്വാസത്തോടെ പൊക്കോ. ഇന്ന് പകൽ
ഇന്ന് രാത്രി പ്രാർത്ഥിച്ചത് 1 വർഷം കഴിയുമ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ ദൈവം നമുക്കിടയായി തീരും. കരമടിച്ചൊരു സ്വന്തം പറഞ്ഞാട്ടെ. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ. വാനവും ഭൂമിയും മാറിയിടിലും വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. വാനവും ഭൂമിയും നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല ഒരു കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ആണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം ഭാര്യ സാറ എവിടാന്ന് ചോദിച്ചു. അവിടെ നമുക്ക് നമ്മുടെ കഥാപാത്രത്തിലേക്ക് വരാം. സാറാപ്പ എന്തോ ചെയ്തു, അറിയാവുന്ന കാര്യം. എന്തോ ചെയ്തു? ഇരിക്കുകയായിരുന്നു. കൂടാരവാദക്കൊക്കെ ഉള്ളത് നല്ലതാ. അടുത്ത സംഭവം എന്താ സംഭവിച്ചേ? ചിരിച്ചു. ആ ചിരിയെ ചില ആളുകൾ വിശുദ്ധ ചിരിയായിട്ടാണ് കാണുന്നത്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം അത് വിശുദ്ധ ചിരിയായിട്ടൊന്നുമല്ല, ദൈവം ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു, അങ്ങനല്ലേ? ഭയങ്കര അപകടമാണ്, അറിയാം. ഉള്ളുകൊണ്ട് പൊട്ടിച്ചിരിച്ചാൽ ഒരു കുഴപ്പമില്ല, ആരോഗ്യം കൂടും. ഉള്ളുകൊണ്ട് ചിരിച്ചാലോ ഗർഭം വരെ അലസിപ്പോകുന്ന ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു തുമ്മൽ വരിക, അങ്ങ് തുമ്മി വിട ആച്ചി മസാല എന്നും പറഞ്ഞ് ആ സമയത്ത് അത് പിടിച്ചു വെച്ചാലോ ചത്തുപോവും ചിലപ്പം. ഒരു തുമ്മൽ ഞാൻ ഈ തുമ്മൽ പുറത്തോട്ട് വിടുകയില്ല. 2 മൂക്കും അടച്ചു പിടിച്ച് വായ ഉടച്ച് തുമ്മി നോക്ക്. ഒരു പെട്ടിയും മേടിച്ച് വെച്ചിട്ട് തുമ്മിയാൽ മതി, ചത്തുപോവും. അകത്ത് ഭയങ്കര ഇന്നർ പ്രശ്നങ്ങളുണ്ടാവും. ഇന്റേണൽ ഓർഗൻസിന് വലിയ ഷെയ്ക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പം സാറ ആരാ? വിശേഷമുണ്ട് ഇല്ലേ? അടുത്താണ്ട് വരുമ്പോൾ നിനക്കൊരു കുഞ്ഞ് ഉണ്ടായി, വിശേഷമുണ്ട്. അപ്പം വിശേഷം ഉണ്ടെങ്കിൽ എന്താ പറയും ഡോക്ടർ? ശരീരം ഇളകരുത്, ശരീരം ഇളകരുത്. പണ്ടത്തെ ഇപ്പം പിന്നെ പ്രസവം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമാണ് ഇല്ലേ? പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ കാരണന്മാർ പറയുന്നത്, നെല്ല് കുത്തണം, അരി ഇടിക്കണം, പാത്രം കഴുകണം, മുറ്റം അടിക്കണം, തുണി അലക്കണം, വെള്ളം കോരണം. ഇപ്പം എന്തോ പറയുന്നത്? ഈ പറഞ്ഞതൊന്നും പെട്ടി കിടക്കുന്ന പോലെ അങ്ങനെ. അത് കാരണം എൻ്റെ പ്രശ്നമോ? അയ്യോ വേദന സഹിക്കാൻ വയ്യേന്നും പറഞ്ഞ് എല്ലാം കൂടെ ഓപ്പറേഷന്. അത് പിന്നീട് ഭയങ്കര വേദന. അണ്ടേ 2 പ്രസവിച്ച ഒരു സ്ത്രീ ഇരിക്കുന്നു, ഒറ്റ സഹായവും മുടക്കിയിട്ടില്ല. ഇതേ കൊണ്ടല്ലേ പറയുന്നത്, ഒറ്റ സഹായവും മുടക്കിയിട്ടില്ല. എങ്ങനെ ചൊവ്വാഴ്ച അങ്ങോട്ട് പ്രസവിച്ചു, 1 ഞായറാഴ്ച കൊച്ചിനെ കൊണ്ട് വന്ന് ആരാധിക്കിരുന്നു. ഇപ്പോഴോ പറയണ്ട. ഇപ്പോൾ ഒരു പ്രസവം നടന്നാൽ, പ്രസവമൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും നോക്കാം. ആ ചെക്കൻ്റെ വീട്ടുകാരെയാണ് അൺസഹിക്കബിൾ. എൻ്റെ പൊന്നോ, ചെക്കൻ വന്ന് ആദ്യം അപ്പുറത്തെ കട്ടിലേക്ക് കിടക്കും. അപ്പോൾ 2 പ്രസവം ഒരുമിച്ച്. പിന്നെ അവൻ്റെ കൊച്ചപ്പൻ, വല്യപ്പൻ, അവൻ്റെ കല്യാണത്തിന് വന്ന 700 പേരും കൊച്ചിനെ കാണാൻ വരും. വരുന്ന എല്ലാം 100 രൂപയുടെ ഉടുപ്പ്, മൂത്രം ഒഴിച്ചാൽ കളർ പോകുന്ന കുറേ ഉടുപ്പ്. നമുക്ക് ഉടുപ്പിൻ്റെ കച്ചവടം ചെയ്യാനുള്ള തുണി കിട്ടും. പണ്ടൊരു പുള്ളി ഗൃഹപ്രവേശനം കഴിഞ്ഞപ്പോൾ ക്ലോക്കിൻ്റെ കട തുടങ്ങിയതുപോലെ. ഞാൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ പൊന്നു സൗകര്യമാർ, നിങ്ങളെങ്ങാനും കൊച്ചിനെ കാണാൻ പോവുകയാണെങ്കിൽ ആ 150 രൂപ ആ പെൺകൊച്ചിൻ്റെ കൈ കൊടുക്കും. ആ പെണ്ണിൻ്റെ അപ്പൻ ദൂരം കഷ്ടപ്പെട്ട ഒരു പ്രസവം നടത്തണമെന്നറിയാമോ? നിങ്ങൾ കുറേ ഉടുപ്പം മേടിച്ചു കൊടുത്ത് അതാ എന്നാ ചെയ്യാനാണ് അയാൾക്ക്? ഒരു 250 രൂപ കൊടുക്കുക, അയാളുടെ നടു നിവർത്തട്ടെ. ഒരു ചേഞ്ച് കേട്ടോ. ഇനി മുതൽ ഉടുപ്പ്, കൊച്ചിനെ കാണാൻ ഉടുപ്പ് 250 രൂപ. 10 രൂപ ചെലവ് 2500 രൂപയില്ലേ? ഒരു ചെറിയ ഇടക്കാല ആശ്വാസം കിട്ടട്ടെ.
സാറേ ഉടുപ്പം കൊണ്ട് പോവുക. എനിക്ക് തോന്നുന്നത് ഇവിടെ എങ്ങാണ്ട് കിട്ടിയ ഉടുപ്പ് അതങ്ങോട്ട് എടുത്തു വെച്ചിട്ട് അതുകൊണ്ട് പോവുക. അപ്പോൾ പിന്നെ ഈ ഭാഗത്തോട്ട് വരുമ്പം നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. ഉള്ളുകൊണ്ട് ചിരിച്ച് എന്തോ സംഭവിക്കും? ശരീരം ഇളകരുത്. അപ്പം എന്തോ സംഭവിച്ചു എന്നാ പറയുന്നത്? വേദചിന്തകന്മാർ പറയുന്നത് ആ ഉരുവായത് പോയെന്ന. തെളിവെന്താണെന്നറിയാമോ? ദൈവം ഒരാളോട് ഒരു കാര്യം ഒരു പ്രാവശ്യമേ പറയും, നമ്മൾ 2 പ്രാവശ്യം കേൾക്കണം. അങ്ങനെ യഹോവയെ നീ അരുളിച്ചെയ്തു 2 പ്രാവശ്യം കേട്ടിട്ട് അങ്ങനെ. ഇവിടെ മാത്രം ദൈവം 2 പ്രാവശ്യം പറഞ്ഞു. ശ്രദ്ധിച്ചിട്ടുണ്ട്? ഇവിടെ പറഞ്ഞു ഒരാണ്ട് കഴിയുമ്പോൾ നിൻ്റെ ഭാര്യ സാറായ്ക്കൊരു കുഞ്ഞ് ഉണ്ടാകും. അപ്പോൾ സാറ ചിരിച്ചു കഴിഞ്ഞപ്പം ദൈവം പറഞ്ഞു, സാറ ചിരിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. പിന്നെ അവസാനം പറഞ്ഞു, അടുത്തയാണ്ട് ഞാൻ വരുമ്പം. ഈ 2ാമത് പറഞ്ഞപ്പോൾ അവൾ പേടിച്ചുപോയി. അത് സ്വീകരിച്ചു, അതുറച്ചു. അതാണ് ഇസ്ഹാക്ക്. അപ്പം ദൈവം പാടുപെട്ടാണ് ഒരു കുഞ്ഞിനെ ഇവളുടെ അകത്ത് കൊടുത്തതെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. ചിരിച്ചത് വലിയ തെറ്റാണോ? അതങ്ങനെ തെറ്റാവുന്നത്? ഈ അബ്രഹാം ചിരിച്ചില്ലേ? ചിരിച്ചോന്നോ? അവൻ 17, 16, 17 വായിക്കുമ്പോൾ നിന്റെ ഭാര്യ സാറെ ചോദിച്ചാൽ ഇവന് കവിണ്ണു വീണ് ഈ ദൈവത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞ ബോധമില്ല, പൊക്കണമില്ലാണ്ട് ഇങ്ങനെ വർത്താൻ അതുപോലെ ചിരിച്ചു കളഞ്ഞു. നീ എന്തുവാടാ ചിരിച്ചെന്ന് അബ്രഹാമിനോട് ചോദിച്ചോ? ദൈവത്തിൻ്റെ മുമ്പിൽ കിടന്ന് പരസ്യമായിട്ട് ചിരിച്ചിട്ട് ചോദിച്ചിട്ടില്ല. പക്ഷെ മാറി നിന്ന് ചിരിച്ചവളോട് ദൈവം ചോദ്യം ചെയ്തു. എന്താണാവോ കാര്യം? ഉത്തരവുണ്ട് കേട്ടോ. പരസ്യമായിട്ട് ചിരിച്ചവനോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? പരസ്യമായിട്ട് ഇടപൊട്ടാ നീ എന്താ ചോദിക്കേണ്ട കാര്യമുണ്ടോ? അവന് ചിരിക്കുകയല്ലയോ? ഇതിന് ചോദിക്കുന്നത് എന്തുവാ? നീ എന്തോടെ ചിരിക്കുന്നത്? ചോദിക്കുന്നത് എന്താ? നമ്മൾ ഇഡലി തിന്നുകയാണ് അല്ലേ? ഇഡലി തിന്നുകയല്ലേ? പിന്നെ എന്തോ ചോദിക്കുന്നത്? തിന്നോണ്ടിരിക്കുമ്പം അവൻ ചിരിക്കുകയല്ലയോ? മറ്റേക്കെ ചോദിച്ചു, അവളെന്താ ചിരിച്ചത്? അവൾ പറഞ്ഞു, ഇല്ല ഞാൻ സൗകര്യമായിട്ട് പറയുന്നു, ഈ ഒരു തെറ്റ് പറ്റിച്ചോട്ടെ എന്നൊന്നും പറഞ്ഞിട്ടില്ല, പറ്റിക്കോട്ടെ, അതങ്ങോട്ട് പരസ്യമായിട്ടങ്ങ് സമ്മതിക്കുക. ആർക്കാ തെറ്റ് പറ്റാത്തുള്ളു? അബ്രഹാം സാർ അതങ്ങ് സമ്മതിക്കുക. പിന്നെ അതിനെ കിടന്ന് ഉരുണ്ട് കളിക്കേണ്ട കാര്യം എന്താ? ഒന്നാമത് നിങ്ങളെ സംബന്ധിച്ചൊരു കമന്റ് പറയുന്നത് നോണ പറയൂന്ന കമന്റ്. അത് ഞാൻ പറഞ്ഞില്ലേ? കമന്റ് എന്ന് പറഞ്ഞില്ലായിരുന്നോ? നോണ പറയൂന്ന. ശരിയാ. ദൈവം നേരിട്ട് വെച്ചു, എന്തിനാടി ആ പഴം തിന്നത്? ഞാനാ. പാമ്പ് തന്നു, പാരാ കുഴപ്പം? പാമ്പ് തന്നു, ഞാൻ തിന്നു. ദൈവം സൊല്ലിട്ടിട്ട് പറഞ്ഞു, ഞാൻ ഇനി ഈ പെണ്ണുങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ പോവുകയില്ല, നോണയല്ലാതെ. മൊത്തം പറയല്ല, അതാ ഇവർ നേരിട്ട് ദൈവത്തോടെ നോണയല്ലാതെ പറയുകയില്ല. പിന്നെ മിണ്ടിയിട്ടില്ല. അണ്ട് പിന്നെയും വന്ന് എന്തിനാണ് ചിരിച്ചത്? ഞാൻ ചിരിച്ചില്ല. എന്നിട്ട് പിന്നെ അത് അവിടെ അവസാനിപ്പിച്ചു. വേഷത്തിൽ മനുഷ്യനായ യേശുക്രിസ്തു ഭൂമിയിലോട്ട് വന്നു. യേശുക്രിസ്തു വിചാരിച്ചതാ പറയരുതാണ്, ഇവർ നേര് പറയും. എന്നാലും ചോദിച്ചു, നീ പോയി ഭർത്താവിനെ വിളിച്ചോണ്ട്. ഭർത്താവാ? അങ്ങനത്തെ ഒരു സാധനത്തെ കുറിച്ച് ഞാൻ കണ്ടിട്ടുമില്ല. കല്ല് വെച്ചതോണ ഉണ്ടാക്കിയ ദൈവത്തോടായി പറയുന്നേ. ദൈവം ചൊല്ലിട്ട് പോയി. അതുകൊണ്ട് ഈ സഭക്കാരൊക്കെ പറയുന്നതേ, വെള്ളിയാഴ്ച പ്രാർത്ഥന നല്ലതാണെങ്കിലും പ്രാർത്ഥന കഴിഞ്ഞിട്ടൊരു നുണ പറച്ചിലുണ്ട്. അത് ചില സഭയൊക്കെ പൊളിച്ചു കളയും അതോടുകൂടെ. അതൊക്കെ നിർത്തിയാൽ നല്ലതായിരിക്കും കേട്ടോ. നിങ്ങളോടല്ലാതെ ഞാൻ ആരോടാ പറയും? ഞാൻ 25 വർഷം പാസ്സായിരുന്നു 10 സഭയിൽ. ഈ സഹോദരിമാരുടെ പ്രാർത്ഥന എന്നെ നിലനിർത്തിയത്. അപ്പം തന്നെ ചില പ്രശ്നമൊക്കെ അവർ ഉണ്ടാക്കുകയും ചെയ്യും. ഉച്ചിയിൽ വെച്ച കരങ്ങൾ കൊണ്ട് ഉദകക്രിയ ചെയ്യരുത്. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അതിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുത്. ഒന്നാമത് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വരുന്ന ആരാ?
100 പേരുണ്ടെങ്കിൽ ഒരു 5-6 പേരേ വരുള്ളൂ. 5-6 പേരേ വരുള്ളൂ. അവരെ സഭക്കാർക്കും വേണ്ട, കമ്മിറ്റിക്കാർക്കും വേണ്ട, വീട്ടുകാർക്കും വേണ്ട. വീട്ടിലൊന്ന് ഇരിക്കുക, ഭർത്താവിനും മോനും അവധിയാണ്, ഇന്ന് വീട്ടിലിരിക്കുക. അപ്പോൾ പറയും, അമ്മ ഇന്ന് പോണില്ലേ? പോണില്ല. ആ പൊക്കോ. എന്നിട്ട് വേണം അവന് TV കാണാനായിട്ട്. വീട്ടുകാർക്ക് വേണ്ട, സഭക്കാർക്ക് വേണോ? വേണ്ട. അത് കമ്മിറ്റിയിലൊന്നും അവരില്ലല്ലോ. നിങ്ങൾ ഓർത്തോളണം, നിങ്ങളാണ് സഭയുടെ ആണിക്കല്ല്. അത് നശിപ്പിക്കരുത്. കുശുമ്പും കുന്നായ്മകളും പറയുന്നു എന്ന് നാട്ടുകാർ ആക്ഷേപിക്കുന്നതിന് നിങ്ങൾ തിരുത്തണം. എൻ്റെ സഭയിലെ സഹോദരിമാരാണ് ഞങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയാൻ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കണം. ഞങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നാവിനൊരു പച്ചയുണ്ട്, അത് ശരിയാ. നിങ്ങൾ പറഞ്ഞാൽ സംഗതി ഏക്കും. നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അതാണ്ട് ഏറ്റുമാനൂർ ഞാൻ സുവിശേഷ വേല, ഞാൻ ട്രാക്ടർ കൊടുത്ത് അങ്ങോട്ട് പോകുമ്പം ഒരു യൂണിയൻ എന്തുവാണത്, അവന് ഏറ്റുമാനൂർ അപ്പം നാട്ടിൽ സാധനം വിടറോ എന്ന് പറഞ്ഞു. ഞാൻ കൊടുത്തില്ല, കൊന്നുകളയും ചിലപ്പോൾ. ഞാൻ അങ്ങോട്ട് പോയി കടകൾ തീർന്നപ്പം തോൾസഞ്ചിയും കുടിവെള്ളമൊക്കെ അപ്പുറത്ത് കടന്ന് ഇങ്ങോട്ട് വരും വേണ്ടി ബിജി ഇതിലേ വരുന്നു. ഞാൻ പറഞ്ഞു, മാറിക്കോ അവിടെ ഇവള് കാണണ്ടേ. ഇവള് അവരുടെ അടുത്തെത്തി. ഞാനപ്പം മാറിങ്ങനെ നിൽക്കുക, എന്താ സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി. ഒന്നും സംഭവിച്ചില്ല. ഒരു പുള്ളി എഴുന്നേറ്റ് വന്ന് ട്രാക്ടർ മേടിച്ചോണ്ട് പോയി. അപ്പം ഞാൻ എല്ലാം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്തോ സംഭവിച്ചു? അവിടെ നിന്നപ്പോൾ എന്നതാ പെങ്ങളേന്ന് ഒരാൾ ചോദിച്ചു. അവൻ്റെ അമ്മായിയുടെ മോളല്ലേ എൻ്റെ ഭാര്യ. എന്നതാ പെങ്ങളേന്ന് ചോദിച്ചു. വലിയ ഐശ്വര്യറായ അല്ലെങ്കിൽ ഒരു നോട്ടത്തിനൊക്കെ പറ്റത്തില്ലയോ? അതാ പിന്നെ കണ്ടപ്പോ അവന് പെങ്ങള്. എന്നതാ പെങ്ങളെ? സുവിശേഷ ലേഖലെ എന്നാ ഒരെണ്ണം തായോന്ന്. അപ്പൊ അടുത്ത് വന്ന് കാണാമല്ലോ. വല്ലോ മനസ്സിലായോ? ചുമ്മാ അതാണോ പൗലോസ് പറഞ്ഞു, ഏതു വിധേനയും. നിങ്ങൾ ഇത്രയും ഗ്ലാമർ താരങ്ങൾ, എന്നാ ഭംഗി. ഞാൻ ആർക്കാ ഭംഗി കൂടി നോക്കിയിട്ട് ഒക്കെ ഒരുപോലെ ഇരിക്കുന്നത്. എന്നാ ഭംഗിയാ. ഈ ഭംഗി നിങ്ങൾ എന്തോന്നിനും ഉപയോഗിക്കണം. 9999 സാരി കൊടുക്കാനും, റോട്ടിൽ കൂടെ പോകുമ്പം കണ്ണാടി നോക്കി ഇങ്ങനെ കാണിച്ച് കാല് ഓടെ വീഴാനും, ഇതിനൊക്കെ മാത്രം വിനിയോഗിക്കാതെ ഈ സൗന്ദര്യമൊക്കെ ദൈവത്തിന് വേണ്ടി ഞങ്ങൾക്ക് വിനിയോഗിക്കുക. കോതമംഗലത്തെ കീരമ്പാറയിലെ ഞങ്ങളുടെ സഭയിലൊരു ആൻറ്റി മുഖത്തൊക്കെ താഴെ നോക്കുകയില്ല, എലിസബത്ത്, അത്ര സൗന്ദര്യവതി. ഞാൻ പറഞ്ഞു, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അത് കേൾക്കാൻ കുറച്ച് നേരം പറഞ്ഞു. ഇപ്പോഴൊരു സഹോദരി പുള്ളിയെ ചോദിച്ചു പറഞ്ഞു, ഇത്ര നാൾ ഞാൻ മറന്ന സഭ, കിളി പോലത്തെ ശബ്ദവും. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉണ്ടാണ്ട് ചക്കപ്പഴത്തിൻ്റെ പുറത്ത് ഈച്ച കൂടുന്ന പോലെ കുറേ ആണുങ്ങളൊന്നും നോക്കിയേക്കാം. ഒരു പുള്ളി ഷട്ടർ അടച്ചേച്ച് വന്ന് കേട്ടു. ഞാൻ നോക്കിയപ്പോൾ ഒരു 10-75 ആള് കീരമ്പാറ സിറ്റിയിൽ. ഞാൻ ആൻറ്റിയോടും പറഞ്ഞു, അടിച്ചു വിട്ടോളാൻ പറഞ്ഞു സുവിശേഷം. ആൻറ്റി തകർത്ത് പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞ ഉടനെ ഞാൻ മൈക്കെടുത്തിട്ട്, പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടല്ലോ എന്ന് പറയല്ല, എല്ലാം പോയി. എന്നെ മോന്ത വിറ്റേ കണ്ട ആരെങ്കിലും നിൽക്കൂ. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മാർഗം ഉണ്ടെങ്കിൽ തന്ന സൗന്ദര്യമടക്കം, ആരോഗ്യമടക്കം, പണമടക്കം. ഞാൻ പരിശോധന നടത്തിയ ഒരാൾ വന്ന് ബീഡി വല് എന്നെ ഊതിയിട്ടുണ്ട്, ഷർട്ടിന്റെ ബട്ടൺ സരിച്ചിട്ടുണ്ട്. ഒരു പെണ്ണ് പ്രസംഗിച്ച അടുത്ത് വരുമോ? വിവരറിയും. നിങ്ങളങ്ങ് ഇറങ്ങുന്നു, ഞങ്ങൾക്കൊന്നും വീട് കയറാൻ ഒക്കത്തില്ലെന്ന്. സ്തോത്രം. ഇവിടെ അത് പറ്റത്തില്ലെങ്കിലും നാട്ടിൽ ചെല്ലുമ്പോൾ 10 പരിശോധന നടത്തുന്നു, 10 ട്രാക്ട് കൊടുക്കുന്നു. നിന്റെ ഭാര്യ സാറ എവിടെ? ചോദ്യം കണ്ടോ? എവിടാ? പ്രസവിക്കാത്ത പെണ്ണ് പുറത്തിറങ്ങി നടക്കത്തില്ല, അവള് മച്ചിയാണ്. ആരും കൂട്ടുകൂടി നടക്കത്തില്ല. നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ, കൊച്ചിലേക്ക് എന്തോ സ്ഥിതി. എൻ്റെ പൊന്നോ, എന്നതാ പേര്? ശാലിനി. എത്ര മക്കളാ? പിള്ളേരില്ല. ഇല്ലേ? അടുത്ത ചോദ്യം, എത്ര നാളായി? യുനാനിയാണോ, അക്യുപങ്ചറാണോ, ഹോമിയോ ആണോ, മൂവാറ്റുപുഴയാണോ, കോട്ടക്കലാണോ? ഇയാളുടെ വർത്തമാനം കണ്ട ഇയാൾ അതിൻ്റെ എല്ലാം സ്പെഷ്യലിസ്റ്റാന്ന് തോന്നിപ്പോവും. പിള്ളേരില്ലാത്തവരെ കണ്ട പിള്ളേരില്ല, ഇല്ല സോറി പ്രാർത്ഥിക്കും. പറഞ്ഞങ്ങ് പോയാ പോരെ. അതിന് ശവത്തെ കുത്തുന്ന പോലെ പിന്നെ എത്ര വർഷമായി കെട്ടിയോനെ അവിടെ, ഇതൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? വിവരം പോകുന്നപോലെ ചില ആളുകൾക്ക്.
ഇയാൾ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇയാൾക്ക് ഏതാണ്ട് ഒരു പ്രശ്നം വന്നു പോലെ. എവിടെയാണോ സാർ എവിടെയുണ്ട്? നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? 4 ചുവരുകൾക്കകത്ത് മച്ചിയായവൾ പുറത്തിറങ്ങി നടക്കാൻ വയ്യ. മതം അനുവദിക്കത്തില്ല, സമൂഹം അനുവദിക്കത്തില്ല. വീടിൻ്റെ 4 ചുവരുകൾക്കകത്ത് കിടന്ന സാറായെ ഇവിടെ സ്ത്രീ വിമോചന മുന്നണിയും വനിതാ സംഘവും അയൽക്കൂട്ടമൊന്നുമല്ല പെണ്ണുങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്നത്. യേശു ജനിക്കുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അടുക്കളയുടെ അകത്തണിൽ പൂട്ടിക്കിടന്ന സാറായെ പുറത്തു കൊണ്ടുവന്ന് അവളെ അമ്മയാക്കിയ ഒരു കർത്താവ് ഇന്നും ജീവിച്ചിരിക്കുന്നു. നിങ്ങളുടെ അകത്തളങ്ങളിൽ നിന്ന് പുറത്തു വരണം. നിങ്ങളെ കർത്താവ് ചില കാര്യങ്ങൾ വിനിയോഗിക്കുമെന്ന്, നിങ്ങളുടെ സാധ്യതകൾ നിങ്ങൾ വിശാലമാക്കണമെന്ന്. എന്നെ കൊണ്ട് ഇതേ പറ്റത്തുള്ള കുറച്ച് ചീരയും കുറച്ച് കറിയും മാത്താനപ്പുറത്ത് നടക്കുമെന്നേ ചില കാര്യങ്ങൾ. എന്റെ സ്ത്രീകളെ പുറത്തു കൊണ്ടുവന്നത് അവരിവരൊന്നുമല്ല, യേശു ക്രിസ്തുവാണ്, യഹോവയാണ്. ശമരിയിൽ കാലുകുത്തിയത് യേശുവാണ്. അവളത് ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നതിനോ അങ്ങനെ അത് ഉറച്ചു കേട്ടോ. ഇനി ഞാൻ ട്വിസ്റ്റ് കേട്ടോളൂ. 23:1 വായിക്ക്. ഉൽപ്പത്തി 23:1. സാറാ മരിക്കുമ്പം അബ്രഹാമിന് എത്ര വയസ്സുണ്ട്? കണക്കൂട്ട എളുപ്പമല്ലയോ? 37. അപ്പം ആരാദ്യം ചാകണം? 127 സാറാ മരിക്കണോ, 137 അച്ചായൻ മരിക്കണോ? പ്രായം നോക്കിയാൽ നിങ്ങളോടൊരു ചോദ്യം, ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ ആദ്യം മരിക്കേണ്ടത്? ആണുങ്ങൾ കണ്ട മനസ്സിരിപ്പ് കണ്ടോ, സംഗതി പുറത്ത് ചാടി. ഇതൊക്കെ ഒരു ദൂതാ കണ്ടോ. ചുമ്മാ പറഞ്ഞ കേട്ടോ, ആണുങ്ങളാ ചാകേണ്ടത്. എന്താ കാര്യം? ഈ ഒച്ചടക്കാനല്ലാതെ നമുക്കൊല്ലം അറിയാമോ? എന്താണ് കറിക്ക് ഇങ്ങനെ പറയാനല്ലാതെ നമുക്കൊല്ലം കറി ഉണ്ടാക്കാൻ അറിയാമോ? നമുക്കറിയത്തില്ല. ഇവര് ചത്താൽ, ബിജി മരിച്ചാൽ ഞാൻ ശ്രീനാരായണ ഗുരു ഇരിക്കുന്ന പോലെ ഇരിക്കാമെന്നല്ലാതെ യാതൊരു കാര്യം എന്നെ കൊണ്ട് നടക്കുകയില്ല. പിന്നെ ചെറിയ പ്രസംഗം 10 രൂപയൊക്കെ ഉള്ള പിള്ളേർ നോക്കുമായിരിക്കും. അമ്മമാരെ പിള്ളേർ നോക്കിക്കോളും. ഞാനെങ്ങാനും മരിച്ച 2 പെമ്പിള ബിജിനെ പിടിച്ചു വലിക്കും. എന്നെ കാര്യം 3 ഞാഞ്ഞൂല് പിള്ളേരുണ്ട്, അവരെ നോക്കാൻ ഇതിനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകും. മനസ്സിലായോ? എന്നെ കൊണ്ടുപോയാൽ പിള്ളേരെ നോക്കുവോ? അപ്പിട്ട കഴിക്കുവോ? മുറ്റത്തെ പുല്ല് പറിക്കുവോ? ഞങ്ങളെ ആർക്കും വേണ്ട. നിങ്ങളെ ഭയങ്കര ഡിമാൻഡാ. എൻ്റെ അമ്മേനെയൊക്കെ നാട്ടിൽ തിഞ്ഞ് വരുത്. അമ്മേ വിശേഷമുണ്ട്, അമ്മ ഇങ്ങോട്ട് വരണം UK-ലേക്ക്. അമ്മ പറയും ഞാൻ വരികയില്ല, പപ്പയ്ക്ക് ചായ, എന്നാൽ പപ്പയ്ക്കും കൂടെ വിസ. പപ്പ പറയുകയാണ് ഞങ്ങൾ കാനഡയിലേക്ക് പോവുകയാണ്, നാളുകളായുള്ള പ്രാർത്ഥന. കർത്താവ് ഒരു വഴി തുറന്നു. പേരെടുക്കാൻ പോണതാ കർത്താവ്. അവിടെ ചെന്ന് ആപ്പിൾ കയറ്റിയിരിക്കുന്ന പോലെ ഫ്രിഡ്ജിൽ കയറ്റിയിരിക്കുക. നാളെ ഞാനൊരു പറയുമ്പോൾ ഒരു പാസ്റ്ററേ ഞാൻ ജർമ്മനിയിലാണ്. ഈ ഞങ്ങളുടെ വർത്തമാനം കണ്ടുകൊണ്ട് ചോദിച്ചാൽ എത്ര ആളായി? 3 കൊല്ലമായി. ഓ, ഒരു മീറ്റിങ്ങും ഇല്ല, പോയി. അപ്പം ആ സംഘാടകർ പറഞ്ഞു, ഈ വർത്തമാനം കേട്ടുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ പ്രാർത്ഥന യോഗ അവസാനിപ്പിക്കും. ജർമ്മനിയിൽ നിന്ന് കയറിയ ആ ദൈവദാസൻ ആശീർവാദം പറയുമെന്ന് പറഞ്ഞു. എൻ്റെ ഈ പുള്ളി പറയുക, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ യേശു ക്രിസ്തു. ഒരു 15 സെക്കൻഡായിട്ടും ആശീർവാദം വരുന്നില്ല. അതിനെ മറന്നുപോയി. ഉടനെ ആ യോഗം തന്നെ പുള്ളി പറയുക, യേശുവിൻ്റെ നാമത്തിൽ ആമേന്ന്. എനിക്കങ്ങ് നാണക്കേടായി പോയി. കാരണം ഇവിടെ നല്ല ശിശുവുള്ള ദൈവം അവിടെ ചെന്ന് പിള്ളേരുടെ പേരും നോക്കി അവിടെ ഇരിക്കുകയാണെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ഒന്ന് പോ, വിദേശത്തൊക്കെ ഒന്ന് പോയി ആ മഞ്ഞുകട്ടയുടെ കലർന്ന കാലൊക്കെ ഒന്ന് ഒടിഞ്ഞ് 90 ദിവസമൊക്കെ ഇങ്ങോട്ട് വാ. ചാകുന്നെങ്കിൽ നാട്ടിൽ കിടന്ന് ചാക്. ഞാനൊക്കെ ചത്ത് കഴിഞ്ഞാണല്ലോ. 217 സഭയുണ്ട്, ചുരുക്കം 450 പേര് വരത്തില്ലയോ? പിന്നെ കുറച്ച് ഭാഷമാരൊക്കെ വരത്തില്ലയോ? നാളെ 4 മണിക്ക് അടക്കം. ഇന്ന് വൈകുന്നേരം മുതൽ അനുശോചന പ്രവാഹം, 350 പേര് അനുശോചനം, ഒരു 45 പേര് ആശംസയും പറയും. ഇതൊക്കെ എവിടെ കിട്ടും? അതുകൊണ്ട് ചാകുകയാണ് എവിടെ കിടന്ന് ചാവണം കേട്ടോ. ഒന്ന് പോയച്ചൊക്കെ വരണം, വിസിറ്റിംഗ് ഒക്കെ പോയച്ചൊക്കെ വരണം. അതൊക്കെ നല്ല കാര്യമാണ്. സ്തോത്രം. സാറാ മരിച്ച് എന്താ മരിക്കാൻ കാര്യം?
സത്യം പറഞ്ഞാൽ 10 വയസ്സ് കൂടുതലുള്ള ഈ പുള്ളി ചാകണ്ടേ? നിന്നെ വിട്ടുകൊടുക്കത്തില്ല ദൈവം. അലാസ്റ്റിക്കിൻ്റെ അറ്റത്ത് ദൈവം ഇങ്ങനെ കൊളുത്തിച്ച് പറഞ്ഞു, അബ്രഹാമേ, എന്തോ സാറാ പോട്ടെ. എന്താ കാര്യം? കാര്യം സാറ നിന്റെ ഭാര്യയൊക്കെ ആണെങ്കിലും ഞാൻ വിശ്വാസികളുടെ ദൈവമാണ്. നിന്റെ വീട്ടിൽ നേരിട്ട് വന്ന് നേരിട്ടൊരു ദൂത് പറഞ്ഞപ്പം വളച്ച് കിട്ടിയൊക്കെ പിടിപ്പിച്ച്, ചിലർ കുത്തിവെച്ചാലേ സമ്മതിക്കുമെന്ന് പറഞ്ഞോലെ, അങ്ങനെ സമ്മതിപ്പിച്ച് വിഷമിച്ചല്ലേടാ ഒന്നിനെ പ്രസവിച്ചേ. ആ ഗർഭപാത്രത്തിൽ ഇനിയും പ്രവർത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല. പാക്കപ്പ് അവൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ വാക്തത്വമോ, നീ അങ്ങ് പാക്ക് ചെയ്യ്, നീ പാക്ക് ചെയ്യ്. അല്ല, അപ്പോൾ ബഹുജാതി നീ പാക്ക് ചെയ്യ. ഇവൻ എപ്പോഴാ മരിക്കുന്നറിയാമോ? 175. എന്നെ ആയുസാ നോക്കിക്കേ. ഒന്നാമത് ഈ പുള്ള ബോഡി ലാംഗ്വേജ് അറിയാമോ? എഴുന്നേൽക്കുക, ഓടുക, നടക്കുക എന്ന് പറഞ്ഞാൽ 99 വയസ്സിലും പുള്ളി ചുള്ളനാ. എന്നാ കാര്യം? വാക്തത്വ സന്തതി വന്നിട്ടില്ല എന്ന് പുള്ളിക്ക് അറിയാം. അമ്മച്ചിയോ 89? കേൾക്കണോ? സ്ത്രീകൾക്കുള്ള പതിവെല്ലാം ഇനി യാതൊരു കാര്യവും. ഇപ്പം വിശ്വാസത്തിന്റെ വ്യത്യാസം മനസ്സിലായോ? തൻ്റെ ശരീരത്തിൽ ഒരു കാര്യം നടക്കത്തില്ലെന്ന് സാറ തീരുമാനിച്ചുറച്ചു. അബ്രഹാം അങ്ങനല്ല. തൻ്റെ ശരീരത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവത്തെ, മരിച്ചവരെ തിരികെ പ്രാപിക്കുവാൻ കഴിയുന്ന ദൈവത്തെ 137 സാറായി അടക്കുമ്പോഴും എന്നോട് എൻ്റെ ദൈവം പറഞ്ഞ വാഗ്ദത്തം നിറവേറാത്തത് കൊണ്ട് അവൻ അതിങ്ങനെ വിശ്വാസം പിടിച്ചോണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന 23 സാറാ മരിച്ചു. സാറായുടെ കൂടാരത്തിന് മുകളിൽ ദുഃഖം തളം കെട്ടി നിൽക്കുന്നു. 24:1 വായിക്കുക. മതി. 23 ആര് മരിച്ചു? അമ്മച്ചു മരിച്ചു. 24 ആർക്ക് പ്രായമായി? അപ്പച്ചന് പ്രായമായി. 24 ആരാ കല്യാണം എന്നറിയാമോ? ഈ സാറായ്ക്കും അബ്രഹാമിന് ജനിച്ച ഇസഹാക്കിന്റെ കല്യാണം. ഓക്കെ ആണല്ലോ. അപ്പൊ 23 അമ്മ മരിച്ചു, 24 അപ്പച്ചന് പ്രായമായി, 24 മകന്റെ കല്യാണം, 25 ആരുടെ കല്യാണം എന്നറിയാമോ? അപ്പന്റെ കല്യാണം. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണോ? മോൻ കല്യാണം കഴിച്ചിട്ടാണോ അപ്പൻ കല്യാണം കഴിക്കുന്നേ? നോക്ക്, 25-1 ആണ്ട വരുന്നു. ആര് കൊണ്ടു കൊടുത്തു? യഹോവ. ആര് വന്നു? കെതൂറ. എവിടെ പേര്? ആർക്കറിയാം? റേഷൻ കാർഡിൽ പോലും ഇല്ല. റേഷൻ കാർഡിൽ പോലും ഇല്ല. ദൈവം പറഞ്ഞ, അബ്രഹാമേ, നിനക്കിപ്പോൾ എന്താ പ്രശ്നം? ബഹുജാതികൾക്ക് മാതാവാണല്ലേ. ഞാൻ അവളോടാണ് പറഞ്ഞത്. പക്ഷേ അവൾ ആ വാക്തത്വം അവിശ്വസിച്ചെങ്കിലും വാക്ക് കിട്ടിയ നിങ്ങൾ അവിശ്വസിച്ചാൽ നിങ്ങളെ മാറ്റിയാലും ദൈവം വാക്ക് മാറുകയില്ല. വാക്യത്തിലേക്ക് വരാം. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ സാറായെ മാറ്റിയേച്ചും എങ്ങാണ്ടൊന്നും കെതൂറയെ ദൈവം നമ്പരാൻ പിടിച്ചോണ്ട് വന്ന് അബ്രഹാമിന്റെ ഭാര്യയാക്കി മാറ്റിയിട്ട് ബഹുജാതികൾ വരുന്ന വരവ് കണ്ടോളണം. വായിക്കും മക്കളെ, താഴെ വായിച്ചേ. അവളിൽ നിന്ന് സിമ്രാൻ, യോക്ഷാൻ, മെതം കണ്ടോ? ജാതികൾ വരുന്ന വരവ് കണ്ടോ? മതി, മതി. പ്രിയപ്പെട്ട ഒരു കാര്യം ഓർക്കണം. ജോയി പാറക്കല്ല ആരാന്ന് പറഞ്ഞാലും നിങ്ങളെ തമ്പുരാൻ ഏൽപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ലെന്ന് കരുതി ആ കാര്യം ചെയ്യാൻ വേറെ ആളില്ലെന്ന് വിചാരിക്കരുത്. പാടാൻ തന്നവര് കൊതികുത്തി പാടാതിരിക്കരുത്. പ്രാർത്ഥിക്കാൻ കൃപ കിട്ടിയവർ ഏതാണ്ട് വിമൻസ് ഫെലോഷിപ്പിന് ആരാണ്ടെന്ന് പറഞ്ഞതും പറഞ്ഞ് ആത്മീകത്തിന് അവധി കൊടുക്കരുത്. നീ ചെയ്യേണ്ട കാര്യങ്ങൾ നീ ചെയ്തില്ലെങ്കിൽ നിനക്ക് പകരക്കാരെ കൊണ്ടുവന്ന ദൈവം തന്റെ ശുശ്രൂഷകളെ ഭംഗിയായി ചെയ്യുമെന്ന് തിരിച്ചറിയുന്നവരെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചോ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം
പണ്ടത്തെ ഞങ്ങളുടെ ഉപദേശിമാരുടെ കാര്യം പറയും. വാഗ്ദത്തമുള്ള ഉപദേശി ലെവൽ ക്രോസ്, ആളില്ലാത്ത ലെവൽ ക്രോസ് മുറിച്ചു കിടക്കുമ്പോൾ ഗുഡ്സ് ട്രെയിൻ വന്ന് ഇടിച്ചാൽ ഉപദേശി മറിയത്തില്ല, ട്രെയിൻ മറിയും. കാരണം ട്രെയിൻ ഡബിൾ എഞ്ചിനാണെങ്കിൽ ഇവന്റെ അകത്ത് കിടക്കുന്ന ഓൾ മൈറ്റി ഗോഡാണ്. തെളിവ് വേണോ? വാഗ്ദത്തമുള്ള യോനയെ കപ്പലിലെടുത്തിട്ടു, കപ്പലിളകി, അവനിളകിയില്ല. വാഗ്ദത്തമുള്ള യോനയെ കടലിലേക്ക് എടുത്തിട്ടു, കടലിളകി, അവനിളകിയില്ല. വാഗ്ദത്തമുള്ള യോനയെ തിമിംഗലം വിഴുങ്ങി, അതിൻ്റെ വയറിളകി, ഇവനിളകിയിട്ടില്ല. 3-ാം ദിവസം ഇരുമ്പ് വിഴുങ്ങിയതുപോലെ നടക്കുക. ആദ്യമായിട്ട് മനുഷ്യൻ 3 ദിവസം ഉപവാസ പ്രാർത്ഥന. ഈ സാധനം പുറത്തോട്ട് പോണ്ടേ? ആവം കൊണ്ടുവന്ന് ആട്ടി തുപ്പി, ഒരൊറ്റ തുപ്പും തുപ്പി. 14 കുട്ടിക്കരണം മറിഞ്ഞ് കടൽ തീരത്ത് യോന വന്ന് വീണപ്പോ തിമിംഗലത്തിന് വിടുതൽ, കടലിന് വിടുതൽ, കപ്പലിന് വിടുതൽ. അങ്ങനെയാണ് വിടുതൽ മഹോത്സവം ആരംഭിച്ചത്. ഉണ്ടോ? നിന്നെ തൊടാനൊക്കത്തില്ല കുഞ്ഞ്. ആണ്ട 276 അല്ലേ 276 376 276 എല്ലാം കൂടെ മേളിൽ ചെന്ന് നിൽക്കുക. ഞങ്ങൾ ചാകാൻ പോവാന്ന് പറഞ്ഞു. ഒരു നമുക്ക് പാട്ട് പാടി ടൈറ്റാനിക് കളിച്ച് ചാകാന്ന് പറഞ്ഞു. എല്ലാം കൂടെ പറഞ്ഞു നിന്നോടൻ ദൈവമേ. എടാ അവനെന്തടാ? ആര് അവൻ? ആ പ്രാർത്ഥനക്കാരൻ എന്ത്? അവനെ കണ്ടില്ലല്ലോ. നീ ഒന്ന് പോയി നോക്കി ചോദിക്കാം. കപ്പൽ താഴോട്ട് പോകുമ്പോൾ ഒരുമിച്ച് അങ്ങോട്ട് ചാകാലോ. ഞാൻ പറഞ്ഞു നിങ്ങൾ ബാക്കി പാട്. അവനോടി താഴെ ചെന്നപ്പം പൗലോസ് അവിടെ കിടന്നുണ്ട്. നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ. എന്നാ കാര്യം? വട്ടാണല്ലേ? അല്ല ചിലക്ക് ചാകാൻ നേരത്തിന് വട്ടുണ്ടാവും. വട്ടാണല്ലേ? ആര് പറഞ്ഞു വട്ടാണെന്ന്? ഏത് ചെങ്ങാതി കപ്പൽ മുങ്ങാൻ പോവുകയാണ്. അതെ, ഞങ്ങളെല്ലാം കൂടെ അവിടെ അസംബ്ലിക്ക് നിൽക്കുന്നല്ലോ, താഴോട്ട് പോവുകയാണ്. നിങ്ങൾ വെക്കോ, ഞാൻ പോകുന്നില്ല. കാരണം കഴിഞ്ഞ രാത്രിയിൽ കർത്താവിന്റെ ദൂതൻ എൻ്റെ അടുക്കൽ വന്നു. പൗലോസേ, നീ റോമൻ കൈസരുടെ മുൻപാകെ നിൽക്കേണ്ടതാകുന്നു. വാക്ക് പറഞ്ഞ ദൈവത്തെ വിശ്വസിക്കാൻ, അവനെ മുക്കാൻ ഒരു കപ്പലിനും പറ്റത്തില്ലെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയണമെന്ന് ഞാൻ അവസാനിപ്പിച്ചോട്ടെ. പ്രിയപ്പെട്ടവരെ, 5 കോടിയുടെ കല്ലട ബസ് കിടന്നാലും എഞ്ചിനിലേക്ക് ഒരു തുള്ളി പെട്രോൾ ചെല്ലാതെ വ്യാപരിക്കാനൊക്കത്തില്ല, വണ്ടി ചലിക്കത്തില്ല. ഇന്ന് രാത്രിയിൽ നിങ്ങൾ എത്ര വിശ്വാസമുള്ളവരാണെന്ന് പറഞ്ഞാലും, എന്തെല്ലാം പ്രതികൂലമുണ്ടെന്ന് പറഞ്ഞാലും, വിശ്വാസത്തിന്റെ ദൈവമാണ് ദൈവമെങ്കിൽ നമ്മുടെ കിരീടം നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കണം. ദുഷ്ടനായ പിശാചേ, എന്നെ തളർത്താൻ നിനക്ക് പറ്റത്തില്ലെന്ന് വെല്ലുവിളിച്ച് ഇന്ന് രാത്രിയിൽ ഒന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ്. എന്റെ കിരീടം എനിക്ക് വേണം. എന്റെ കിരീടം ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഞാൻ പ്രാർത്ഥന മടുത്തു പോകത്തില്ല. ഞാൻ ഒരിക്കലും അവസാനിപ്പിക്കത്തില്ല. വാക്ക് പറഞ്ഞ ദൈവം എനിക്കത് ചെയ്ത് തരൂ. ശക്തിയോടെ പൂർണ്ണബലത്തോടെ ദൈവത്തെ സ്തുതിച്ചേ പ്രിയപ്പെട്ടവരെ. പൂർണ്ണബലത്തോടെ, 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 പൂർണ്ണബലത്തോടെ. ഹല്ലേലൂയ.